Hello everyone, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു സോഡിയക് അക്കാഡമി. മൈസെൽഫ് പ്രിയങ്ക ഷൗക്കത്ത്, ഫാക്കൽറ്റി സോഡിയക് മെമ്പർ. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് JHIയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും, ഹൂ റോട്ട് ദ ഫേമസ് ആർട്ടിക്കിൾ പൗരസമത്വവാദം in 1918 for promoting civic right agitation in Travancore? ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത് തിരുവിതാംകൂറിൽ പൗരാവകാശ പ്രക്ഷോഭത്തിന് പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് 1918 പൗരസമത്വവാദം എന്ന ലേഖനം എഴുതിയത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും AK കേളപ്പൻ, TK മാധവൻ, മുഹമ്മദ് യൂസഫ് തങ്ങൾ, ജോൺ നിദ്രി. ഇതിൽ ആരാണ് ഈ ഒരു ലേഖനം 1918-19 കാലഘട്ടത്തിൽ എഴുതിയത് എന്നാണ് ചോദിക്കുന്നത്. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് TK മാധവനാണ്. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് TK മാധവനാണ്. അതിൽ TK മാധവനാണ് 1917 ദേശാഭിമാനി എന്ന പത്രത്തിന് തുടക്കം കുറിച്ചത്. 1917 ദേശാഭിമാനി എന്ന പത്രത്തിന് തുടക്കം കുറിച്ചത് TK മാധവനാണ്. അതുപോലെ തന്നെ ടെമ്പിൾ എൻട്രി മൂവ്മെന്റ് നേതൃത്വം കൊടുത്തതും TK മാധവനാണ്. 1924 കേളപ്പൻ, KP കേശവ മേനോൻ, പിന്നെ TK മാധവനും കൂടെ ചേർന്നാണ് വൈക്കം സത്യാഗ്രഹത്തിനും തുടക്കം കുറിച്ചത്. ഇതൊക്കെയാണ് TK മാധവനിൽ നിന്ന് TK മാധവന്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. സോ അടുത്തതായിട്ട് നമുക്ക് ഓപ്ഷനിൽ K കേളപ്പൻ ആരാണ് എന്ന് നമുക്ക് നോക്കാം. K കേളപ്പൻ എന്ന് പറഞ്ഞാൽ കോയപ്പള്ളി കേളപ്പനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിന്റെ ഗാന്ധി എന്നറിയപ്പെടുന്നത് കോയപ്പള്ളി കേളപ്പനാണ്. He was the co-founder of നായർ സർവീസ് സൊസൈറ്റി. നായർ സർവീസ് സൊസൈറ്റിയുടെ co-founder-ആണ്. മാത്രമല്ല കേരള ക്ഷേത്ര സംരക്ഷണ സമിതി, അതായത് ടെമ്പിൾ പ്രൊട്ടക്ഷൻ മൂവ്മെന്റിന് നേതൃത്വം കൊടുത്തത് ആരാണ്? കോയപ്പള്ളി കേളപ്പനാണ്. ഓക്കെ, ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിലെ ഓപ്ഷൻസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും, which among the social reformer had introduced holy bath in the well called മുന്തിരിപ്പാദം, അതായത് മുന്തിരിപ്പാദം എന്ന് പറയുന്ന ഒരു കിണറ്റിൽ പുണ്യസ്നാനം നടത്തിയത് അല്ലെങ്കിൽ അതിന് തുടക്കം കുറിച്ചത് ആരാണ് എന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അതിൽ ഓപ്ഷൻസ് പറയുന്നത് വൈകുണ്ഠസ്വാമികൾ, തൈക്കാടയ്യ, രമണ മഹർഷി, അയ്യങ്കാളി. ഇതൊക്കെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത്. എല്ലാവരും സോഷ്യൽ റിഫോമേഴ്സ് ആണ്. നമുക്ക് ഓരോരുത്തരായിട്ട് നോക്കാം. ഇതിന് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ A ആയിട്ടുള്ള വൈകുണ്ഠസ്വാമികളാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. വൈകുണ്ഠസ്വാമിയുടെ ബാക്കി കോൺട്രിബ്യൂഷൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും, നിഴൽ തങ്കൽ, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നതും വൈകുണ്ഠസ്വാമികൾ എന്ന ആളാണ്. രണ്ടാമത് നമ്മൾ പറയുകയാണെങ്കിൽ തൈക്കാടയ്യ. ഓപ്ഷൻസിൽ ബാക്കിയുള്ളതിനെ കുറിച്ചും കൂടെ നമുക്ക് പറഞ്ഞു പോവാം. തൈക്കാടയ്യ എന്ന് പറയുമ്പോഴത്തേക്കും, അയ്യയുടെ ബുക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ബ്രഹ്മോത്തരകണ്ഠം, പഴനി ദൈവം, രാമായണ പാട്ട്, ഇതൊക്കെയാണ് തൈക്കാടയ്യ എന്നുള്ളത്. പിന്നെ തൈക്കാടയ്യ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേറെ ഒരു സവിശേഷത കൂടെയുണ്ട്. ആദ്യത്തെ റിഫോമറാണ് ആരെന്ന് പറയുന്നത്? തൈക്കാടയ്യ. നമ്മളുടെ ഇന്ത്യയിലെ ആദ്യത്തെ റിഫോമറാണ് തൈക്കാടയ്യ എന്ന് പറയുന്നത്. സോ അടുത്തത് രമണ മഹർഷി എന്ന് പറയുമ്പോഴത്തേക്ക്, രമണ മഹർഷി എന്ന് പറഞ്ഞ ഒരു തത്വചിന്തകനാണ്. രമണ മഹർഷിയുടെ ഒരു കോൺസെപ്റ്റാണ് എന്തെന്ന് പറയുന്നത്? സെൽഫ് എൻക്വയറി അല്ലെങ്കിൽ ജ്ഞാനയോഗ എന്ന് പറയുന്നത്. ജ്ഞാനയോഗ അല്ലെങ്കിൽ സെൽഫ് എൻക്വയറി എന്ന് പറയുന്ന ഒരു ഫിലോസഫിയാണ് രമണ മഹർഷി മുന്നോട്ട് കൊണ്ടുവന്നത്. അടുത്തത് പറയുന്നത് അയ്യങ്കാളി. നമുക്ക് എല്ലാവർക്കും അറിയാം, അയ്യങ്കാളി എന്ന് പറയുമ്പോഴത്തേക്കും ദളിത് സമുദായത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വാളിറ്റിക്ക് വേണ്ടി പോരാടിയ ഒരു മനുഷ്യനാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും, ഹൂ റോട്ട് ദി വയലാർ അവാർഡ് വിന്നിംഗ് നോവൽ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി? 2017 വയലാർ അവാർഡ് കിട്ടിയ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന് പറയുന്ന ഒരു നോവല് എഴുതിയത് ആര് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് പറയുന്നത് TD രാമകൃഷ്ണൻ, KP രാമനുണ്ണി, C ബെന്യാമൻ, D പുന്നത്തിൽ കുഞ്ഞബ്ദുള്ള. ഇത് ഇത്രയാണ് ഓപ്ഷൻസ് പറയുന്നത്. സോ ആദ്യം നമുക്ക് എന്താണ് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി? അതായത് ശ്രീലങ്കൻ ജനതയ്ക്ക് മനുഷ്യാവകാശങ്ങൾ നിയമനങ്ങൾ ലംഘിക്കപ്പെടുകയും അതുപോലെ തന്നെ തമിഴ് പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത പാർട്ടികളുടെ ക്രൂരമായ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് TD രാമകൃഷ്ണൻ എഴുതിയ നോവലാണ് സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി എന്ന് പറയുന്നത്. 2017 വയലാർ അവാർഡും ഇത് കരസ്ഥമാക്കിയിട്ടുണ്ട്.
അടുത്ത് ബാക്കിയുള്ള ഓപ്ഷൻസിനെ കുറിച്ച് നമുക്ക് പറയാം. KP രാമനുണ്ണി രാമനുണ്ണിയുടെ ഫസ്റ്റ് നോവൽ എന്ന് പറഞ്ഞ സൂഫി പറഞ്ഞ കഥയാണ്. 1995 ഈ ഒരു നോവല് എഴുതിയത്. അത് മാത്രമല്ല, ദൈവത്തിൻ്റെ പുസ്തകം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് 2017 നേടി. ദൈവത്തിൻ്റെ പുസ്തകം 2017 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടി. അതുപോലെ തന്നെ ആൻഡ് ആൾസോ ജീവിതത്തിൻ്റെ പുസ്തകം ഓൺ വയലാർ അവാർഡ് ഇൻ 2011. 2011 ജീവിതത്തിൻ്റെ പുസ്തകം വയലാർ അവാർഡും കരസ്ഥമാക്കി. അതാണ് KP രാമനുണ്ണിയെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് ബെന്യാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ബെന്യാമനാണ്. അബു ദാബി ശക്തി അവാർഡും കേരള സാഹിത്യ അക്കാദമി അവാർഡും 2009 കിട്ടി. അത് മാത്രമല്ല, നോവൽ മാൻ തരിലിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾക്ക് വയലാർ അവാർഡ് 2021 മാൻ തരിലിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾക്ക് വയലാർ അവാർഡും കരസ്ഥമാക്കി. അടുത്ത് പുന്നത്തിൽ കുഞ്ഞബ്ദുള്ളയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് സമരശിലകൾക്ക് 1980 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. കേരള സാഹിത്യ അക്കാദമി അവാർഡ് മലമുകളിലെ അബ്ദുള്ളയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി 1980. പിന്നെ ഓൾഗയിൽ മഞ്ഞ് പെയ്യുമ്പോൾ ഇന്നും കൂടെ ചേർത്തിട്ടാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് 2001. സോ ഇതാണ് പുന്നത്തിൽ കുഞ്ഞബ്ദുള്ളയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും, ഹൂ ആസ് ദ ഫസ്റ്റ് ആംഗ്ലോ ഇന്ത്യൻ അധികാരി അറ്റ് തങ്കശ്ശേരി ഡ്യൂറിംഗ് ദ ബ്രിട്ടീഷ് പീരീഡ്? ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ അധികാരി ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തങ്കശ്ശേരിയിൽ ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ അധികാരി ആരെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതിൽ പറയുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ജോൺ ഡി കോസ്റ്റ, ഡോക്ടർ ബിഷപ്പ് ജെറോമി, ജോൺ നെവസ് ഫെർണാണ്ടസ്, ഡി റിച്ചാർഡ് നെറ്റോ ഫ്രാങ്കി. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ജോൺ നിവസ് ഫെർണാണ്ടസ് ആണ്. ജോൺ നിവസ് ഫെർണാണ്ടസ് ആണ് ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറയുന്നത്. തങ്കശ്ശേരിയിലെ ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ അധികാരി എന്ന് പറയുന്നത് ജോൺ ന്യൂസ് ഫെർണാണ്ടസ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് എമംഗ് ദി ഫോളോയിങ് വാസ് എ സ്ട്രീറ്റ് പ്ലേ? ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് തെരുവ് നാടകം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ തടങ്കൽ പാളയം, നാട്ടുഗതിക, ദേവദാസി, അൾത്താര. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് നാട്ടുഗതികയാണ് തെരുവ് നാടകം എന്ന് പറയുന്നത്. അതായത് കെ ജി ബേബി ആണ് ഈ ഒരു തെരുവ് നാടകം എഴുതിയത്. അടയാർ എന്ന് പറയുന്ന താഴ്ന്ന സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളും അവർക്ക് ഇക്വാലിറ്റി നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വളരെ ഒരു കഥ ഒരു നാടകത്തിലൂടെ അവതരിപ്പിച്ചത് KJ ബേബിയുടെ കൃതികളാണ്. അതാണ് നാട്ടുഗതിക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും, വിച്ച് ക്രിസ്ത്യൻ മിഷണറി വാസ് റെസ്പോൺസിബിൾ ഫോർ ദി എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് CMS പ്രസ് അറ്റ് കോട്ടയം? കോട്ടയത്ത് CMS പ്രസ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഏത് ക്രിസ്ത്യൻ മിഷണറി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. CMS പ്രസ് കോട്ടയത്ത് ആദ്യമായി കൊണ്ടുവന്നത് ഏത് ക്രിസ്ത്യൻ മിഷണറി എന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ളത് ബെഞ്ചമിൻ ബെയ്ലി, സാമുവൽ മാത്തേ, ഹെർമൻ ഗുണ്ടട്ട് ആൻഡ് ചാൾസ് മെഡ്. ഓപ്ഷൻസ് ആണ്. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ബെഞ്ചമിൻ ബെയ്ലിയെ മലയാളത്തിൻ്റെ അച്ചടിയുടെ പിതാവെന്നാണ് അറിയപ്പെടുന്നത്. ബെഞ്ചമിൻ ബെയ്ലിയെ മലയാളം അച്ചടിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, ആദ്യ മലയാള ഡിക്ഷണറിയും രൂപീകരണം ചെയ്തത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ആദ്യ മലയാള ഡിക്ഷണറിയും രൂപീകരണം ചെയ്തത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. അതിൽ ഓപ്ഷൻസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. സോ സാമുവൽ മാത്തേറിനെ കുറിച്ചും കൂടെ നമുക്ക് പറയാം. സാമുവൽ മാത്തേർ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഒരു ബ്രിട്ടീഷ് മിഷണറിയാണ്. സാമുവൽ മാത്തേർ എന്ന് പറയുമ്പോൾ സാമുവൽ മാത്തേറിൻ്റെ ബുക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നത് ദ ലാൻഡ് ഓഫ് ചാരിറ്റി, എ ഡിസ്ക്രിപ്റ്റീവ് അക്കൗണ്ട് ഓഫ് ട്രാവൻകൂർ ആൻഡ് ഇറ്റ്സ് പീപ്പിൾ വിത്ത് എ സ്പെഷ്യൽ റെഫറൻസ് ടു മിഷണറി ലേബർ. ഇതൊരു ബുക്കാണ്. രണ്ടാമത്തെ നേറ്റീവ് ലൈഫ് ഓഫ് ട്രാവൻകൂർ, നെപ്പോട്ടിസം ഇൻ ട്രാവൻകൂർ. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് സാമുവൽ മാത്തേറിൻ്റെ ബുക്സിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് പറയുന്നത് ഹെർമൻ ഗുണ്ടട്ടാണ്. ഹെർമൻ ഗുണ്ടട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ആരാണ്? മലയാള ഭാഷാ വ്യാകരണം 1859 മലയാള ഭാഷയുടെ വ്യാകരണം കൊണ്ടുവന്നത് ഹെർമൻ ഗുണ്ടട്ടാണ്. അത് മാത്രമല്ല, കേരളോൽപ്പതി, പഴഞ്ചൊൽമല, പാദമാല എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യ പുസ്തകമാണ്. പാദമാല എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യ പുസ്തകമാണ് പാദമാല എന്ന് പറയുന്നത്. പിന്നെ കേരള പഴമ, പുതിയ നിയമം, രാജ്യസമാചാരം,
പിന്നെ പശ്ചിമോദയം. ഇത്രയാണ് ആരെ ബുക്സ് എന്ന് പറയുന്നത്, ഹെർമൻ ഗുണ്ടട്ടിന്റെ ബുക്സ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പറയാനായിട്ടുള്ളത്. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹു വാസ് ദി ഫാദർ ഓഫ് റെനൈസൻസ് മൂവ്മെന്റ് ഇൻ കേരള? കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ഈ ചോദ്യത്തിൽ പറയുന്നത്. തന്നേക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ശ്രീ നാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, വൈക്കം അബ്ദുൽ ഖാദർ മൗലവി, ഡി രാംമോഹൻ റോയ്. ഇത്രയാണ് ഓപ്ഷൻസ് തന്നേക്കുന്നത്. സോ നമുക്കറിയാമല്ലേ ആരാണ് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ശ്രീ നാരായണ ഗുരുവാണ്. അതിൽ വൈക്കം മൗലവിയാണ്. വൈക്കം മൗലവി ആദ്യമായിട്ട് ദേശാഭിമാനി എന്ന് പറയുന്ന വീക്ക്ലി ന്യൂസ് പേപ്പറിന് തുടക്കം കുറിച്ച്. അത് മാത്രമല്ല മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? വൈക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. നമുക്ക് അടുത്തത് രാംമോഹൻ റോയിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ, എന്താണ് ബ്രഹ്മോ സമാജത്തിന്റെ പിതാവും ബംഗാൾ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാംമോഹൻ റായ് ആണ്. അത് മാത്രമല്ല സതീ സമ്പ്രദായം നിർത്തലാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ചതും ആരാണ്? ശ്രീ രാംമോഹൻ റായ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൂ റോട്ട് ദി പോയം വീണപ്പൂ എന്ന കവിത എഴുതിയത് ആരാണ് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും കുമാരനാശാൻ, ONV കുറുപ്പ്, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, വയലാർ രാമവർമ്മ. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് കുമാരനാശാണ്. കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ചത് കുമാരനാശാണ്. ആധുനിക കവയിത്രിയിൽ ഒരാളുമാണ് കുമാരനാശാൻ എന്ന് പറയുന്നത്. പിന്നെ കുമാരനാശാൻ മരണപ്പെട്ടത് പല്ലാനി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ബോട്ട് അപകടത്തിൽ, റെഡിമെയ്ഡ് എന്നൊരു ബോട്ടിന്റെ പേരുള്ള ഒരു ബോട്ട് അപകടത്തിലാണ് കുമാരനാശാൻ മരണപ്പെടുന്നത്. സോ വീണപ്പൂ എഴുതിയത് കുമാരനാശാനാണ്. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൂ റോട്ട് ദ ബുക്ക് അൺഹാപ്പി ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ആര് എന്നാണ് അടുത്ത ചോദ്യം. അതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും സി രാജഗോപാലാചാരി, ബാലഗംഗാധർ തിലക്, ജവഹർലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ്. ഇവരിൽ ആരാണ് അൺഹാപ്പി ഇന്ത്യ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത്? അൺഹാപ്പി ഇന്ത്യ ബ്രിട്ടീഷ് കൊളോണൽ പീരീഡിൽ ആണ് ഈ ഒരു ബുക്ക് എഴുതിയത്. 1928 ലാലാ ലജ്പത് റായ് ആണ് ഈ ഒരു ബുക്ക് എഴുതിയത്. ലാലാ ലജ്പത് റായ് നമുക്കറിയാം, പഞ്ചാബി എഴുത്തുകാരനും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകനും സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്നു ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായിയുടെ ഏറ്റവും ഒരു പ്രധാന ഒരു വാക്യം എന്ന് പറയുന്നത്, ഒരു കോട്ടുണ്ട്, സൈമൺ ഗോ ബാക്ക് എന്ന് പറഞ്ഞ ആദ്യമായിട്ട് സൈമൺ ഗോ ബാക്ക് എന്ന് പറഞ്ഞത് ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാനായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും, വിച്ച് ഇന്ത്യൻ വൈസ്രോയ് സെഡ് ജഡ്ജ് മീ ബൈ മൈ ആക്ട്സ് ആൻഡ് നോട്ട് മൈ വേർഡ്സ്? എൻ്റെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾ എന്നെ വിലയിരുത്തുക, എൻ്റെ വാക്കുകളാലല്ല എന്ന് പറഞ്ഞത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോർഡ് കേഴ്സൺ, ലോർഡ് ലൈറ്റൺ, ലോർഡ് മായോ, ലോർഡ് റിപ്പോൺ. ഇതിൽ ആരാണ്? ഇവരൊക്കെ നമ്മളുടെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇവിടുത്തെ വൈസ്രോയ്സ് ആയി ഇരുന്നവരാണ്. അതിൽ ലോർഡ് റിപ്പോൺ ആണ് എന്തെന്ന് പറഞ്ഞ ജഡ്ജ് മീ ബൈ മൈ ആക്ട്സ് ആൻഡ് നോട്ട് മൈ വേർഡ്സ് എന്ന് പറഞ്ഞത് ലോർഡ് റിപ്പോൺ ആണ്. സോ നമുക്ക് ബാക്കി ഓപ്ഷൻസും കൂടെ നോക്കാം. അതിൽ ലോർഡ് കഴ്സൺ എന്ന് പറയുന്നത് കൗൺസിൽ ഓഫ് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ ഫോമർ പ്രസിഡന്റ് ആണ്. അത് മാത്രമല്ല നമ്മളുടെ ഇന്ത്യയിൽ 1999 മുതൽ 1905 വരെ വൈസ്രോയ് ആയിട്ട് സ്ഥാനമേറ്റിട്ടുമുണ്ട്. അതാണ് ലോർഡ് കഴ്സൺ. സോ അടുത്ത രണ്ടാമത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് ലോർഡ് ലിറ്റൺ ആണ്. ഫോമർ ഗവൺമെന്റ് ജനറൽ ആണ്. ഇന്ത്യയിലെ ഫോർമർ ഗവൺമെന്റ് ജനറൽ ആണ് ലോർഡ് ലിറ്റൺ എന്ന് പറയുന്നത്. അത് മാത്രമല്ല ലോർഡ് ലിറ്റൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫാക്ട് അല്ല കേട്ടോ, ആം ആക്ട് ആണ് 1878. അതായത് ബാക്കിയുള്ള ആയുധങ്ങൾ കൈവശം വയ്ക്കാനായിട്ടും അത് ഉപയോഗിക്കാനായിട്ടുമുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് ആരാണ്? ലോർഡ് ലിറ്റൺ ആണ്. അടുത്ത മൂന്നാമത്തേതായി പറയുന്നത് ലോർഡ് മായോ ആണ്. ലോർഡ് മായോ എന്ന് പറയുമ്പോഴത്തേക്കും 1869 മുതൽ 1872 വരെ ഇന്ത്യയുടെ വൈസ്രോയ് ആയിട്ട് സ്ഥാനമേറ്റിട്ടുണ്ട്. അത് മാത്രമല്ല പ്രസന്റ് റിഫോംസിലും കൺവിക്ട് സെറ്റിൽമെന്റ് ഓഫ് ദി ആൻഡമാൻ ഐലാൻഡിലും കോൺട്രിബ്യൂഷൻ നടത്തിയത് ലോർഡ് മായോ ആണ്. സോ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും, നോ കാസ്റ്റ്, നോ റിലീജിയൻ, നോ ഗോഡ് ഫോർ മാൻകൈൻഡ് വാസ് ദ സ്ലോഗൻ ഓഫ്. ജാതിയില്ല, മതമില്ല, മനുഷ്യന് ദൈവമില്ല എന്ന് പറയുന്ന ആ ഒരു സ്ലോഗൻ ആരാണ് പറഞ്ഞത് എന്നാണ് ചോദ്യം. വൈകുണ്ഠ സ്വാമികൾ, തൈക്കാട്ട് അയ്യാസ്വാമി, കെ അയ്യപ്പൻ, ശ്രീ നാരായണ ഗുരു. ഇതില് ജാതിയില്ല, മതമില്ല, മനുഷ്യന് ദൈവമില്ല എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. അതായത് കെ അയ്യപ്പനാണ്. ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്
കെ അയ്യപ്പൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ്രാവിഡിയൻ മൂവ്മെന്റിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നു. ദ്രാവിഡിയൻ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ്. അടുത്തതായിട്ട് യുക്തിവാദി മാഗസിന്റെ, അതായത് യുക്തിവാദി മാഗസിന്റെ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് കെ അയ്യപ്പനാണ്. ഓക്കെ, ഇത് ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും which among the following was known as the Magna Carta of English Education in India? ഇന്ത്യയിലെ മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റത്തെ ഓപ്ഷൻ മിനിറ്റ്സ് ഓഫ് മെക്കോലെ, വുഡ്സ് ഡെസ്പാച്ച്, സാറ്റ്ലർ കമ്മീഷൻ ആൻഡ് ലാസ്റ്റ് വൺ ഹണ്ടർ കമ്മീഷൻ. ഇതിൽ ഏതാണ് മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്? ശരിയായ ഉത്തരം എന്ന് പറയുന്നത് വുഡ്സ് ഡെസ്പാച്ച് ആണ്. ഇതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് വുഡ്സ് ഡെസ്പാച്ച് ആണ്. നമുക്ക് എന്താണ് മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യ എന്ന് ആദ്യം പറയാം, അതിനുശേഷം നമുക്ക് ഓപ്ഷനിലോട്ട് പോവാം. ഇതിൽ എന്താണ് മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യ എന്നാണ് പറയുന്നത്. അതിൽ മാഗ്ന കാർട്ട എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. മാഗ്ന കാർട്ട എന്ന് പറയുമ്പോഴത്തേക്ക് 1215 കാലഘട്ടത്തിൽ ഒരു പ്രിൻസിപ്പൽ നിയമം പാസ്സാക്കുകയുണ്ടായി. അതായത് രാജാക്കന്മാരും ഒരു നിയമത്തിന് മുകളിലല്ല എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഫോർമുലേറ്റ് ചെയ്യുകയുണ്ടായി 1215 കാലഘട്ടത്തിൽ. അതിനെയാണ് മാഗ്ന കാർട്ട എന്ന് പറയുന്നത്. ഈ മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ വുഡ്സ് ഡെസ്പാച്ച് ആണ്. ഈ വുഡ്സ് ഡെസ്പാച്ചിൽ കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വുഡ്സ് ഡെസ്പാച്ചിന് നേതൃത്വം കൊടുത്തത് ചാൾസ് വുഡ് എന്ന് പറയുന്ന ഒരു ആളാണ്. ചാൾസ് വുഡ് എന്ന് പറയുന്ന ഒരാളാണ് ഈ വുഡ്സ് ഡെസ്പാച്ചിന് നേതൃത്വം കൊടുത്തത്. ഇതിൽ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഹൈസ്കൂൾസിലായിരുന്നാലും ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിലായിരുന്നാലും ഇംഗ്ലീഷ് മീഡിയം ആക്കണം എന്ന് പറയുന്നത് ഈ ഒരു വുഡ്സ് ഡിസ്പാച്ചിലാണ്. അതായത് ആങ്കുലർ വെർണിയൻ യൂസ് ചെയ്യണമെന്നും ഇംഗ്ലീഷിൽ ഹൈസ്കൂളിൻ്റെ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷിലായിരിക്കണം എന്നും പറഞ്ഞത് ഈ ഒരു വുഡ്സ് ഡിസ്പാച്ച് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിലാണ്. സോ അടുത്ത് നമുക്ക് ബാക്കി ഓപ്ഷൻസും കൂടെ നോക്കാം. അതിൽ സാറ്റ്ലർ കമ്മീഷൻ എന്ന് പറയുമ്പോൾ 1917 സാറ്റ്ലർ കമ്മീഷൻ കൊണ്ടുവന്നത്. അതായത് കൽക്കട്ട യൂണിവേഴ്സിറ്റി നേരിടുന്ന പ്രശ്നങ്ങളുടെയും പ്രക്ഷോഭങ്ങളും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രൂപീകരണം കൊണ്ട ഒരു കമ്മീഷനാണ് സാറ്റ്ലർ കമ്മീഷൻ 1917. അടുത്ത് ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ജാലിയൻ വാലാബാഗ് മസാക്കർ 1600 സിവിലിയൻസിന് അവിടെ മരണപ്പെടുകയുണ്ടായി. അത് അന്വേഷിക്കാനായിട്ട് രൂപീകരണം കൊണ്ടതാണ് ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത്. അത് ഹെഡ് ചെയ്തിരിക്കുന്നത് വില്യം ഹണ്ടറും ലോർഡ് ഹണ്ടറുമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു വുഡ്സ് ഡെസ്പാച്ചിന്റെ കാര്യം പറഞ്ഞു. അതിൽ ഫെബ്രുവരി 2, 1835 ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻ പൊളിറ്റീഷ്യൻ തോമസ് ബേബിങ്ടൺ മെക്കോലെ എന്ന് പറയുന്ന ആളാണ് ഇന്ത്യൻ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള മിനിറ്റ്സ് അവതരിപ്പിച്ചത്. സോ അതുകൊണ്ടാണ് മിനിറ്റ്സ് ഓഫ് മെക്കോലെ എന്നാണ് അതിന് അറിയപ്പെടുന്നത്. അതായത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ ഒരു നായിക കല്ലായിട്ട് മാറിയത് ഈ മിനിറ്റ്സ് ഓഫ് മെക്കോലെ എന്ന് പറയുന്ന ഒരു ഇതാണ്. സോ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ വുഡ്സ് ഡെസ്പാച്ച് പറഞ്ഞു, സാറ്റ്ലർ കമ്മീഷൻ എന്താണെന്ന് പറഞ്ഞു, ഹണ്ടർ കമ്മീഷനും പറഞ്ഞു, മിനിറ്റ്സ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ടു ഇന്ത്യൻ നേറ്റീവ്സ് അതായത് മിനിറ്റ്സ് ഓഫ് മാക്കോലെ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും രാജഗോപാലാചാരി ഫോർമുല വാസ് ഇൻ ഏത് വർഷമാണ് രാജഗോപാലാചാരി ഫോർമുല പ്രസിദ്ധീകരിച്ചത് എന്നാണ് പറയുന്നത്? 1929, 1934, 1944, 1943. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 1944. ശരിയായ ഉത്തരം എന്ന് പറഞ്ഞാൽ 1944. നമുക്കിനി എന്താണ് രാജഗോപാലാചാരി ഫോർമുല എന്ന് നോക്കാം. രാജഗോപാലാചാരി ഫോർമുല എന്ന് പറയുമ്പോഴത്തേക്കും ഫോർമുലേറ്റ് ചെയ്തത് ചക്രവർത്തി രാജഗോപാലാചാരിയാണ്. എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഡെഡ്ലോക്ക്, അതായത് ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഇന്ത്യൻ കോൺഗ്രസിന്റെ ഇടയിലും ഇന്ത്യൻ മുസ്ലിം ലീഗിന്റെ ഇടയിലും ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയെ സോൾവ് ചെയ്യാനായിട്ടാണ് രാജഗോപാലാചാരി ഫോർമുല ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും മഞ്ഞം പൊതിക്കുന്ന് ഈ സിറ്റുവേറ്റഡ് ഇൻ ഈ പറയുന്ന സ്ഥലങ്ങളിൽ എവിടെയാണ് ഈ മഞ്ഞം പൊതിക്കുന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ പയ്യന്നൂർ, കൻഹങ്കാട്, വയനാട്, തേന്മല. ഇതിൽ ഏത് സ്ഥലത്താണ് മഞ്ഞം പൊതിക്കുന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ഇതിൽ മഞ്ഞം പൊതിക്കുന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് കൻഹൻകാടാണ്. കാസർഗോഡ് ജില്ലയിലെ കൻഹൻകാടിലാണ് ഈ ഒരു മഞ്ഞം പൊതിക്കുന്ന് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും തിയറി ഓഫ് സേഫ്റ്റി വാൾവ് വാസ് അസോസിയേറ്റഡ് വിത്ത്. തിയറി ഓഫ് സേഫ്റ്റി വാൾവ് ഈ പറയുന്നതിൽ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ്. ഓപ്ഷൻ എ INA, ഓപ്ഷൻ ബി IUMN, ഓപ്ഷൻ സി INC ആൻഡ് ഓപ്ഷൻ ഡി SUCI. ഇതിൽ തിയറി ഓഫ് സേഫ്റ്റി വാൾവ് ഈ പറയുന്നതിൽ INC, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു സേഫ്റ്റി വാൾവിൻ്റെ തിയറി ഓഫ് സേഫ്റ്റി വാൾവ് സിദ്ധാന്തം എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ എന്തെങ്കിലും തരത്തിലുള്ള അതൃപ്തി തോന്നിക്കഴിഞ്ഞാൽ, അതായത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ഈ പറയുന്നത്, എന്തെങ്കിലും തരത്തിലുള്ള ഒരു അതൃപ്തി തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് വയലൻ്റ് ആയിട്ടുള്ള രീതിയിലല്ലാതെ സമാധാനപൂർവ്വമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് തിയറി ഓഫ് സേഫ്റ്റി വാൾവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ ദി പ്രിറ്റ്സ്കർ പ്രൈസ് ഇൻ 2018. 2018 ആദ്യമായി പ്രിറ്റ്സ്കർ പ്രൈസ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് എന്നാണ് ചോദ്യം. അതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ നാഗരാജ ചെട്ടിയാർ, അരുണാചലം പാണ്ഡ്യൻ ആൻഡ് കനകരാജ് മൽഹോത്ര. ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞാൽ ബാലകൃഷ്ണ ദോഷി. 2018 ആദ്യമായിട്ട് ഈ ഒരു പ്രിറ്റ്സ്കർ പ്രൈസ് മേടിക്കുന്നത് ബാലകൃഷ്ണ ദോഷിയാണ്. 2018 ആദ്യമായിട്ട് പ്രിറ്റ്സ്കർ പ്രൈസ് നേടുന്നത്. ഇതിൽ പ്രിറ്റ്സ്കർ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കിടെക്ചർ, എഞ്ചിനീയറിംഗിന് ആർക്കിടെക്ചർ പോലുള്ള ഒരു എഞ്ചിനീയറിംഗിന് കൊടുക്കുന്ന ഏറ്റവും ബഹുമോന്നത പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത് പ്രിറ്റ്സ്കർ പ്രൈസ്. അത് ആദ്യമായിട്ട് നേടുന്ന ഇന്ത്യക്കാരനാണ് ബാലകൃഷ്ണ ദോഷി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും Who was the winner of the Australian Grand Prix? ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ്, അതായത് 2018 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സിലെ വിന്നർ ആരാണെന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻസ് പറഞ്ഞിരിക്കുന്ന റാഫേൽ നാഡൽ, സെബാസ്റ്റ്യൻ വെറ്റൽ, ഗഗൻ നരംഗ്, ജോർജ് വുഡ്കോക്ക്. ഇതിൽ ആരാണ് വിന്നർ എന്നാണ്. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് സെബാസ്റ്റ്യൻ വെറ്റൽ ആണ് 2018. എങ്കിൽ 2023 വിന്നർ എന്ന് പറയുമ്പോഴത്തേക്കും മാക്സ് വെർസ്റ്റപ്പൻ ആണ് ഈ 2023 വിന്നർ എന്ന് പറയുന്നത്. മാക്സ് വെർസ്റ്റപ്പൻ ആണ് 2023 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ്. ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്പോർട്സ് ആണ്. അതിൽ ഒരു കാർ റേസ് ആണ്. ഓസ്ട്രേലിയ വെച്ച് നടക്കുന്ന ഫോർമുല 1 കാർ റേസ് ആണ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, 2018 വിന്നർ എന്ന് പറയുമ്പോഴത്തേക്കും സെബാസ്റ്റ്യൻ വെറ്റലാണ്. 2023 വിന്നർ, അതായത് ഈ റീസെന്റ് ആയിട്ട് നടന്ന ഗെയിമിലെ വിന്നർ എന്ന് പറയുന്നത് മാക്സ് വെർസ്റ്റപ്പൻ ആണ്. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും കരാട്ട് ഗോവിന്ദ മേനോൻ വാസ് പോപ്പുലർലി നോൺ as. കരാട്ടെ ഗോവിന്ദൻ മാൻ പോപ്പുലർലി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ചിന്മയാനന്ദ സ്വാമി, ഭഗവതാനന്ദൻ, ആനന്ദ തീർത്ഥൻ, ബ്രഹ്മാനന്ദ ശിവയോഗി. ഇതിൽ ഏത് പേരിലാണ് കരാട്ട് ഗോവിന്ദ മേനോൻ അറിയപ്പെടുന്നത് എന്നാണ് ചോദ്യം. അതിൽ ശരിയായ ഉത്തരം എന്ന് പറയുമ്പോഴത്തേക്കും ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. ബ്രഹ്മാനന്ദ ശിവയോഗി. അത് മാത്രമല്ല, കരാട്ട് ഗോവിന്ദ മേനോനാണ് 1918 ആനന്ദ മഹാസഭയ്ക്ക് രൂപം കൊണ്ടത് കരാട്ട് ഗോവിന്ദ മേനോനാണ്. 1918 ആനന്ദ മഹാസഭ രൂപം കൊണ്ടത് കരാട്ട് ഗോവിന്ദ മേനോനാണ്. അത് മാത്രമല്ല, ബ്രഹ്മാനന്ദ ശിവയോഗി എന്നാണ് അറിയപ്പെടുന്നത്. ഒരു സന്യാസിയായിട്ടാണ് അറിയപ്പെടുന്നത്. സോ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ അത്ലറ്റ് ഹു എൻറ്റർ ഇൻ ടു ദ 400 meters ഫൈനൽ ഇൻ ദ കോമൺവെൽത്ത് ഗെയിം ആഫ്റ്റർ മിൽഖ സിംഗ് ഇൻ 1958. 1956 മിൽഖ സിംഗിന് ശേഷം കോമൺവെൽത്ത് ഗെയിംസിൽ 400 മീറ്റർ ഫൈനലിൽ എത്തുന്ന കായിക താരം ആരാണ് എന്നാണ് ചോദ്യം. അതിൽ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും രഞ്ജിത്ത് മഹേശ്വരി, KT ഇർഫാൻ, ദീൻ ദയാൽ പാണ്ഡെ, മുഹമ്മദ് അനസ് യാഹിയ. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുമ്പോഴത്തേക്കും മുഹമ്മദ് അനസ് യാഹിയാനാണ്. മുഹമ്മദ് അനസ് യാഹിയ എന്ന് പറയുമ്പോൾ നിലമേൽ സ്വദേശിയാണ്. സമ്മർ ഒളിമ്പിക്സിലാണ് 400 മീറ്ററിൽ എത്തുന്നത്. അത് മാത്രമല്ല, 2022 നടന്ന ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടുകയും ഉണ്ടായി. മുഹമ്മദ് അനസ് യാഹിയാണ് ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹൂ ഇൻവെന്റഡ് തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ് എന്നാണ് ഈ ഒരു ചോദ്യം. അതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഗലീലിയോ ഗലീലി,
ആൽബർട്ട് ഐൻസ്റ്റീൻ, കെൽവിൻ ആൻഡ് ജെയിംസ് വാട്ട്. ഈ പറയുന്നവരിൽ ആരാണ് തെർമോമീറ്റർ കണ്ടുപിടിച്ചതെന്നുള്ളതാണ്. അതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഗലീലിയോ ഗലീലിയാണ് തെർമോമീറ്റർ ആദ്യമായി കണ്ടുപിടിച്ചത്. ബാക്കി ഓപ്ഷൻസും കൂടെ നമുക്ക് നോക്കാം. അതിൽ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അവഗാഡ്രോ നമ്പർ, പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് റിലേറ്റീവ് ഡെൻസിറ്റി, പിന്നെ ഫോട്ടോ സെൻസിറ്റീവ് എഫക്റ്റ്, ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. അതുപോലെ കെൽവിൻ ആണ് കെൽവിൻ സ്കെയിൽ കണ്ടുപിടിച്ചത്. അടുത്ത് ജെയിംസ് വാട്ടാണ് സ്റ്റീം എൻജിൻസിനെ കുറിച്ച് സ്റ്റീം എൻജിൻസിൻ്റെ മോഡിഫിക്കേഷനെ കുറിച്ചും അതിലെങ്ങനെ നമുക്ക് ലെസ് ഫ്യൂൽ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചും ആദ്യമായിട്ട് പറഞ്ഞത് ജെയിംസ് വാട്ടാണ്. ഓക്കെ, ഇത് ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും, before the main shock of earthquake, animals appear to be irritated. This is due to a special type of sound waves produced at the time. Such waves are. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിസാസ്റ്റർ, അതായത് എർത്ത് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് മുന്നേ അനിമൽസിന് ഇത് സെൻസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഈ ഒരു സെൻസ് ചെയ്യുന്നവർക്ക് ഒരു തരത്തിലുള്ള സൗണ്ട് വേവ്സ് അവർക്ക് കേൾക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. സോ ഈ പറയുന്ന ഏത് തരത്തിലുള്ള സൗണ്ട് വേവ്സ് ആണ് അവരിതിന് അവർക്ക് മനസ്സിലാവുന്നത് എന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അൾട്രാസോണിക് വേവ്സ്, ഓഡിബിൾ സൗണ്ട് വേവ്സ്, ഇൻഫ്രാസോണിക് വേവ്സ് ആൻഡ് നൺ ഓഫ് ദി അബോ. ഈ പറയുന്നവയിലൊന്നും അല്ല എന്നാണ് പറയുന്നത്. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഇൻഫ്രാസോണിക് സൗണ്ട് വേവ്സ് ആണ്. ഓക്കെ, ഇൻഫ്രാസോണിക് സൗണ്ട് വേവ്സ് ആണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സോ എന്തുകൊണ്ടാണ് ഈ ഒരു ഇൻഫ്രാസോണിക് സൗണ്ട്സ് അനിമൽസിന് ഹിയർ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ, ഇതെന്ന് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസി സൗണ്ട്സ് ആണ്. അതായത് എർത്ത് കേക്ക് ഉണ്ടാവുന്ന സമയത്ത് എർത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻഫ്രാസോണിക് സൗണ്ട് വേവ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ അനിമൽസിന് ലോ ഫ്രീക്വൻസി സൗണ്ട്സ് നമ്മളെക്കാട്ടും ഹിയർ ചെയ്യാനായിട്ട് പറ്റും. സോ അതുവഴി എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് മുന്നേ ആ ഒരു ഡിസാസ്റ്ററിനെ കുറിച്ചുള്ള ഒരു അറിവ് ഉണ്ടാവും. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും which one of the following electronic component is the essential part of voltage regulator? വോൾട്ടേജ് റെഗുലേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ താഴെ പറയുന്നവരിൽ ഏതാണ് പ്രധാനപ്പെട്ട കമ്പോണൻറ്റ് എന്നാണ് പറയുന്നത്. അതിൽ ഓപ്ഷൻസ് സെനർ ഡയോഡ്, LED, LCD ആൻഡ് ട്രാൻസിസ്റ്റർ. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് സെനർ ഡയോഡാണ്. കാരണം ഈ സെനർ ഡയോഡിനാണ് രണ്ട് സൈഡിലോട്ടും ഇലക്ട്രിസിറ്റി ആയിരുന്നാലും ഈവൻ കറണ്ട് ആയിരുന്നാലും വോൾട്ടേജ് ആയിരുന്നാലും പാസ് ചെയ്യാനായിട്ട് പറ്റുന്നത് സെനർ ഡയോഡിനാണ്. ബാക്കി ഓപ്ഷൻസും കൂടെ നമുക്ക് നോക്കാം. LED എന്ന് പറയുമ്പോഴത്തേക്കും എന്തുകൊണ്ട് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. LCD എന്ന് പറയുമ്പോഴത്തേക്കും ലിക്വിഡ് ക്രിസ്റ്റലൈൻ ഡിസ്പ്ലേ ആണ്. ട്രാൻസിസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെമി കണ്ടക്ടറാണ്. കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ട്രാൻസിസ്റ്ററാണ്. ഓക്കെ, സോ ഇതാണ് ഈ ക്വസ്റ്റ്യൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്. ഇതിൽ ഏതാണ് ഓഡായിട്ട് നിൽക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഫോഴ്സ്, മാസ്, ടൈം ആൻഡ് ടെമ്പറേച്ചർ. ഇതിൽ ഓഡ് വൺ ഔട്ടായിട്ട് നിൽക്കുന്നത് ഫോഴ്സ് ആണ്. കാരണം ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. അടുത്ത് മാസ്, ടൈം, ടെമ്പറേച്ചർ എന്ന് പറയുന്നത് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഫോഴ്സ് ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് എമിറ്റഡ് ഫ്രം മൊബൈൽ ഫോൺസ് ആർ. അതായത് നമ്മളുടെ മൊബൈലിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ഇവയിൽ ഏതെന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എക്സ്റേ, റേഡിയോ ഫ്രീക്വൻസി വേവ്, ഗാമ റേസ് ആൻഡ് നൺ ഓഫ് ദി അബോ. ഈ പറയുന്നവയിലൊന്നും അല്ല എന്നാണ് ചോദ്യം. അതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് റേഡിയോ ഫ്രീക്വൻസി വേവ് ആണ്. നമ്മളുടെ ഫോണിൽ അതായത് 2G സ്പെക്ട്രം, 3G, 4G എന്നീ പറയുന്ന മൊബൈൽ ഫോണിൽ നിന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏകദേശം 0.7 to 2.7 ഹെഡ്സ് ആണ്. നമ്മളുടെ 2G സ്പെക്ട്രം, 3G സ്പെക്ട്രം, 4G സ്പെക്ട്രം ഫോണിൽ നിന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. അതേ സമയത്ത് 5G ഫോണിലൊക്കെ, അതായത് 5G സ്പെക്ട്രം ഫോണിൽ നിന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം 80 ഹെഡ്സോളം വരും. ഓക്കെ, സോ അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ആണ്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും if raw egg with a shell is placed in a microwave oven, which among the following is most likely happen? So ഇതിൽ പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു മൈക്രോവേവിനകത്ത് നമ്മളുടെ റോ എഗ്, അതായത് മീൻസ് എഗ്ഗ് ബോയിൽ ചെയ്യാത്തത്, മീൻസ് പച്ചമുട്ട നമ്മൾ മൈക്രോവേവിനകത്ത് വയ്ക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻസ് പറയുന്നത് ദ എഗ് ഷെൽ ചേഞ്ചസ് ഇൻ കളർ,
the egg will get cooked slowly as usual, the egg will not get warm, the egg shell will explode. അതിൽ ഓപ്ഷൻ എ പറയുന്നത് എഗ്ഗിൻ്റെ കളർ മാറും എന്നാണ്. ഓപ്ഷൻ ബി പറയുന്നത് ആസ് യൂഷ്വൽ ആയിട്ട് നമുക്ക് കുക്ക് ചെയ്ത രീതിയിൽ നമുക്ക് മുട്ട കിട്ടും എന്നാണ്. മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് എഗ്ഗ് ചൂട് പോലും ആവത്തില്ല എന്നാണ് പറയുന്നത്. നാലാമത്തെ ഓപ്ഷൻ പറയുന്നത് എഗ്ഗ് എക്സ്പ്ലോഡ് ചെയ്യും അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും എന്നാണ് പറയുന്നത്. സോ അതിൽ ഏതാണ് ശരി ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് ശരി ഉത്തരത്തിലോട്ട് വരുന്നതിന് മുന്നേ നമുക്ക് മൈക്രോവേവ് എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നതാണ് ഹീറ്റ് കാരണം. ഈ മൈക്രോവേവിനകത്ത് നമ്മൾ ഈ ഒരു എഗ്ഗ് വയ്ക്കുന്ന സമയത്ത് മൈക്രോവേവിനകത്ത് എഗ്ഗ് വയ്ക്കുന്ന സമയത്ത് എഗ്ഗിനകത്തുള്ളത് വാട്ടർ കണ്ടന്റ് ആണ് അല്ലേ. ഈ വാട്ടർ കണ്ടന്റ് സ്റ്റീമായിട്ട് മാറും. ഈ സ്റ്റീമിന് എസ്കേപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ഈ എഗ്ഗിനകത്തില്ല. ഓക്കെ, അങ്ങനെ ഈ സ്റ്റീം എന്ത് ചെയ്യും, പുറത്ത് പോകാൻ പറ്റാതെ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്ത് എന്ത് സംഭവിക്കും, എഗ്ഗ് എക്സ്പ്ലോയിഡ് ചെയ്യും. സോ ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ദ എഗ് ഷെൽ വിൽ എക്സ്പ്ലോഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ 3 states ഓഫ് വാട്ടർ ആർ ഐസ്, വാട്ടർ ആൻഡ് വാട്ടർ വേപ്പർ. വിച്ച് ഓഫ് ദ ഹാസ് ലോവസ്റ്റ് ഡെൻസിറ്റി? നമ്മളുടെ വാട്ടറിൻ്റെ 3 സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഐസ്, വാട്ടർ ആൻഡ് വാട്ടർ വേപ്പർ ആണ്. ഇതിൽ ഏതിലാണ് ലോവർ ഡെൻസിറ്റി കാണിക്കുന്നതെന്നാണ് തന്നിരിക്കുന്ന ഓപ്ഷൻ. ഐസ്, വാട്ടർ, വാട്ടർ വേപ്പർ ആൻഡ് ഓൾ ഓഫ് ദം ഹാവ് സെയിം ഡെൻസിറ്റി. എല്ലാത്തിനും സെയിം ഡെൻസിറ്റി എന്നാണ് ചോദ്യം. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് വാട്ടർ വേപ്പറാണ്. കാരണം ഓരോ യൂണിറ്റ് വാട്ടറിലും അതിൻ്റെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി എന്ന് പറയുന്നത് വാട്ടർ വേപ്പറിൽ കുറവായിരിക്കും. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ജൂൾ പെർ സെക്കൻഡ് ഈസ് നത്തിങ് ബട്ട്. ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഒന്നുമല്ല, ബട്ട് എന്നാണ് ചോദ്യം. അതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ആംപെയർ, കൂളോം, കാലറി ആൻഡ് വാട്ട്. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് വാട്ടാണ്. കാരണം ജൂൾ എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റ് ആണ്. പെർ സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും എനർജി പെർ സെക്കൻഡ് എന്ന് പറയുന്നത് വാട്ടാണ്. കാരണം വാട്ട് എന്ന് പറയുന്നത് പവറിൻ്റെ യൂണിറ്റ് ആണ് വാട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ഓപ്ഷൻസും കൂടെ നോക്കാം. ആംപെയർ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ യൂണിറ്റ് ആണ് ആംപെയർ എന്ന് പറയുന്നത്. കൂളോംബ് എന്ന് പറയുമ്പോഴത്തേക്കും ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് ആണ് കൂളോംബ് എന്ന് പറയുന്നത്. അടുത്ത് കാലറി എന്ന് പറയുമ്പോഴത്തേക്കും എനർജി അല്ലെങ്കിൽ ഹീറ്റിൻ്റെ ഒരു യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, കാലറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലി ഡിക്ലെയർഡ് ദ ഇയർ 2010 ആസ് ദി ഇന്റർനാഷണൽ ഇയർ ഫോർ ദ കൺസർവേഷൻ ഓഫ്. അതായത് 2010 ഇന്റർനാഷണൽ ഇയർ ഓഫ് ഏത് കൺസർവേഷൻ മീൻസ് ഏത് അതിനെയാണ് നമ്മൾ കൺസർവ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻ സോയിൽ, വാട്ടർ, ബയോഡൈവേഴ്സിറ്റി ആൻഡ് അഗ്രികൾച്ചർ. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റി ആണ്. 2010 യുണൈറ്റഡ് നേഷൻസ് അതായത് UNGA ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് 2010 നമ്മൾ ബയോഡൈവേഴ്സിറ്റിയെ കൺസർവ് ചെയ്യണം എന്നാണ്. സോ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ബയോഡൈവേഴ്സിറ്റിയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും നെയിം ദി വെക്ടർ ദ ട്രാൻസ്മിറ്റ് ദ ഡിസീസ് മലേറിയ. മലേറിയ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മസ്കിറ്റോ ഇതിൽ ഏതാണ് എന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്ന ഫീമെയിൽ അനോഫിലസ് മസ്കിറ്റോ, ബി ഈഡിസ്, സി ഫീമെയിൽ ക്യൂലെക്സ് മസ്കിറ്റോ ആൻഡ് ഡി മെയിൽ അനോഫിലസ് മസ്കിറ്റോ. ഇതിൽ മലേറിയ പരത്തുന്ന മസ്കിറ്റോ എന്ന് പറയുന്നത് ഫീമെയിൽ അനോഫിലസ് മസ്കിറ്റോ ആണ്. ഫീമെയിൽ അനോഫിലസ് മസ്കിറ്റോ ആണ് മലേറിയ പരത്തുന്നത്. ബാക്കി ഓപ്ഷൻസും കൂടെ നമുക്ക് നോക്കാം. ഈഡിസ് പരത്തുന്നത് നമുക്കറിയാം ഏതാണ്, ഡെങ്കു ഫീവർ ആണ് ഈഡിസ് പരത്തുന്നത്. ഫീമെയിൽ ക്യൂലെക്സ് മസ്കിറ്റോ പരത്തുന്ന അസുഖം എന്ന് പറയുന്നത് ഫൈലേറിയാസിസ് ആണ്. ദെൻ മെയിൽ അനോഫിലസ് മസ്കിറ്റോ നമുക്കറിയാം മെയിൽ മസ്കിറ്റോസ് കൺസേർവ് ചെയ്യുന്നത് പ്ലാന്റ്സ് ഒക്കെയാണ്. ഹ്യൂമൻസിന് ഇത് ബൈറ്റ് ചെയ്യാറില്ല. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻ ഇന്ത്യ വിച്ച് സ്റ്റേറ്റ്സ് ഹൈക്കോർട്ട് ഡിക്ലെയർഡ് ദ ഹോളി റിവർ ഗംഗ ആൻഡ് യമുന ഹാവിംഗ് സെയിം സ്റ്റാറ്റസ് ഓഫ് എ ലീഗൽ പേഴ്സൺ വിൽ ഹാവ് കറസ്പോണ്ടിങ് റൈറ്റ്സ്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ ലിവിംഗ് പേഴ്സൺ. ഈ ചോദ്യം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൻ്റെ ഹൈക്കോർട്ടാണ് ഒരു മനുഷ്യൻ അതായത് ഒരു ഇന്ത്യൻ സിറ്റിസനുള്ള അതേ അവകാശങ്ങളും ലയബിലിറ്റീസും പുണ്യനദികളായ ഗംഗയ്ക്കും യമുനയ്ക്കും ഉണ്ട് എന്ന് പറഞ്ഞത് ഏത് സംസ്ഥാനത്തിൻ്റെ ഹൈക്കോർട്ടെന്നാണ് ഒരു ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ പറയുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഉത്തരാഖണ്ഡ് ആൻഡ് സിക്കിം. ഇത് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിലെ
ഹൈക്കോർട്ടാണ് മനുഷ്യനുള്ള അതേ അവകാശവും ലയബിലിറ്റീസും പുണ്യനദികളായ ഗംഗയ്ക്കും യമുനയ്ക്കും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞത് ഉത്തരാഖണ്ഡിലെ ഹൈക്കോർട്ടാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും വേൾഡ് ഡേ ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സ്, അതായത് ദേശാടന പക്ഷികളുടെ ദിവസം ഏതാണ് എന്നാണ് ചോദ്യം. അതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും April 13, May 12, April 18 ആൻഡ് May 11. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് May 12 ആണ്. May 12 ആണ് വേൾഡ് ഡേ ഓഫ് മൈഗ്രേറ്ററി ബേർഡ്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് which of the following is not a primary greenhouse gas present in earth atmosphere? എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഇല്ലാത്ത ഏത് ഗ്യാസ് ആണ് എന്നാണ് ചോദ്യം. അതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് വാട്ടർ വേപ്പർ, നൈട്രോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഇതിൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ ഹാംഫുൾ ആയിട്ടുള്ളതും അതായത് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാനും സാധ്യതയുള്ള ഒരു ഗ്യാസ്, അത് നമ്മൾ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ ഇല്ല. അത് നമ്മൾ എന്തെങ്കിലും കത്തിക്കുമ്പോഴോ എന്തെങ്കിലും ഫ്ലെയിമബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽസ് ഒക്കെ നമ്മൾ കത്തിക്കുന്നത് വഴി ഉണ്ടാകുന്ന ഒരു ഗ്യാസാണ് എന്തെന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത്. സോ കാർബൺ മോണോക്സൈഡ് ആണ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ പ്രസന്റ് അല്ലാത്ത ഗ്യാസസിലോട്ട് വരുന്നത്. സോ കാർബൺ മോണോക്സൈഡ് ആണ് ശരിയായ ഉത്തരം. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡോൾഫിൻസ് ബ്രെത്ത് ബൈ സ്വിമ്മിങ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ ആൻഡ് ഇൻഹേലിംഗ് ഫ്രഷ് എയർ, നെയിം ദി റെസ്പിറേറ്ററി ഓർഗൻ ഓഫ് ഡോൾഫിൻ. സോ ഡോൾഫിൻ എന്ന് പറയുന്നത് വെള്ളത്തിൽ നിന്ന് മുകളിലോട്ട് വരുമ്പോഴാണ് ഇത് ശ്വസിക്കുന്നത്, അപ്പോഴാണ് ഇതിൻ്റെ ഫ്രഷ് എയർ എടുക്കുന്നത്. സോ ഇതിൽ ഈ പറയുന്നതിൽ ഏതാണ് ഡോൾഫിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ എന്നാണ് ചോദ്യം. അതായത് ശ്വാസം എടുക്കുന്നത് ഈ പറയുന്ന ഏത് അവയവത്തിൽ നിന്നാണ് എന്നാണ്. ഓപ്ഷൻ ലങ്സ്, സ്കിൻ, ഗിൽസ് ആൻഡ് ഗിൽസ്ലിറ്റ്സ്. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ലങ്സ് ആണ്. കാരണം നമുക്കറിയാം ഡോൾഫിൻ എന്ന് പറയുന്നത് ഒരു മാമലാണ്, അതുകൊണ്ട് തന്നെ ഡോൾഫിൻ്റെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്? ലങ്സ് ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യസ് ഫസ്റ്റ് ഓർഗാനിക് സ്റ്റേറ്റ്, ഇന്ത്യയുടെ ആദ്യത്തെ ഓർഗാനിക് സ്റ്റേറ്റ് ഏതെന്നാണ് ചോദ്യം. അതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ആന്ധ്രാപ്രദേശ്, വെസ്റ്റ് ബംഗാൾ, കർണാടക ആൻഡ് സിക്കിം. ഇതിൽ ഇന്ത്യയുടെ ഓർഗാനിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സിക്കിമാണ്. 2003 സിക്കിം തീരുമാനം എടുത്തത് ഓർഗാനിക് ആയിട്ട് മുന്നോട്ട് പോവാ എന്ന് പറയുന്നത്. അതിൽ ടോട്ടലി പെസ്റ്റിസൈഡ്സിനെയും ഫെർട്ടിലൈസേഴ്സിനെയും ബാൻ ചെയ്തുകൊണ്ട് 2016 നരേന്ദ്രമോദി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദി സിക്കിം കംപ്ലീറ്റ്ലി ഒരു ഓർഗാനിക് സ്റ്റേറ്റ് ആണെന്ന് ഡിക്ലെയർ ചെയ്യുകയുണ്ടായി. സോ അവിടെ പെസ്റ്റിസൈഡ്സും ഫെർട്ടിലൈസേഴ്സും ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല. കംപ്ലീറ്റ്ലി 100% ഓർഗാനിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സിക്കിമാണ്. ഓക്കെ, ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ ബാക്ടീരിയ റൈസോബിയം ഫൗണ്ട് ഇൻ റൂട്ട് നൊഡ്യൂൾസ് ഓഫ് ലെഗുംസ് ടു ഫിക്സ് അറ്റ്മോസ്ഫിയർ. സോ റൈബോസിയം എന്നൊരു ബാക്ടീരിയ റൂട്ട് നൊഡ്യൂൾ അതായത് ലെഗുംസ് എന്ന് പറയുന്ന പ്ലാന്റ്സിൻ്റെ റൂട്ട് നൊഡ്യൂൾസിൽ കാണുന്നത് ഏത് അറ്റ്മോസ്ഫിയറിക് കമ്പോണൻ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഓപ്ഷൻസ് പറഞ്ഞിട്ടുള്ള നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ഫോസ്ഫറസ്. അതിൽ റൈസോബിയം എന്ന് പറയുന്ന ഒരു ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ആണ്. ഈ ഒരു ബാക്ടീരിയ ലെഗുംസ് പ്ലാന്റ്സിൻ്റെ റൂട്ട് നൊഡ്യൂൾസിലുണ്ട്. അതിന് സഹായിക്കുന്നത്, അതായത് അത് ഫിക്സേഷന് സഹായിക്കുന്നത് നൈട്രജൻ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റ് ആണ്. സോ നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബാക്ടീരിയ റൈസോബിയം ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാനായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും വിച്ച് ഓഫ് ദി എമംഗ് ഇസ് എ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസ്. ഈ താഴെ പറയുന്നതിൽ ഏതാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസ് എന്നാണ് ചോദ്യം. അതിലെ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ എക്രോമെഗാലി, ഡ്വാർഫിസം, ബെറിബറി ആൻഡ് ഗോയിറ്റർ. അതിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത് ബെറിബറിയാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത്. അതിൽ ബാക്കി ഓപ്ഷൻസും കൂടെ നമുക്ക് നോക്കാം. അക്രോമെഗാലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ടു മച്ച് ഗ്രോത്ത് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണ് എന്തെന്ന് പറയുന്നത് അക്രോമെഗാലി എന്ന് പറയുന്നത്. ഡോഫിസം എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റണ്ട് ഗ്രോത്ത് ആണ്. ഓക്കെ, അതിൽ ഗോയിറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും അയഡിൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഒരു നമ്മളെ തൈറോയ്ഡ് എൻലാർജ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പറയുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യനിൽ എന്ന് പറയുമ്പോഴത്തേക്കും എമംഗ് ദി ഫോളോയിങ് ഹോർമോൺസ് ഫൈൻഡ് ഔട്ട് ദി പ്ലാന്റ് ഹോർമോൺ. ഈ താഴെ തന്നിരിക്കുന്ന ഹോർമോണിൽ ഏതാണ് പ്ലാന്റ് ഹോർമോൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ മെലറ്റോണിൻ, ഗിബർലിൻ, തൈമോസിൻ ആൻഡ് ഗ്ലൂക്കഗോൺ.
ഈ പറയുന്നതിൽ ഏതാണ് പ്ലാന്റ് ഹോർമോൺ എന്നാണ്. അതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഗിബർലിൻ ആണ്. ഗിബർലിൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഹോർമോണാണ്. ഈ ഗിബർലിൻ എന്ന് പറയുന്ന ഹോർമോണാണ് പ്ലാന്റിൻ്റെ സ്റ്റെം അലോങ്ങേഷനും ഫ്ലവറിങ്ങിനും ജേർമിനേഷനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് എന്തെന്ന് പറയുന്നത് ഗിബർലിൻ എന്ന് പറയുന്നത്. അടുത്ത് ബാക്കി ഓപ്ഷൻസും കൂടെ നമുക്ക് നോക്കാം. മെലറ്റോണിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഹ്യൂമൻ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് മെലറ്റോണിൻ. അതായത് ഒരു നോർമൽ സ്ലീപ്പ് സൈക്കിളിനെ എൻഹാൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോർമോണാണ് എന്തെന്ന് പറയുന്നത് മെലറ്റോണിൻ എന്ന് പറയുന്നത്. അടുത്ത് തൈമോസിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൈമോസിൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ തൈമിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതാണ് തൈമോസിൻ. അത് പ്രൊഡക്ഷൻ ഓഫ് ടി സെൽസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് തൈമോസിൻ എന്ന് പറയുന്നത്. അടുത്ത ഗ്ലൂക്കോഗൺ എന്ന് പറയുന്ന ഒരു പെപ്റ്റൈഡ് ഹോർമോണാണ്. നമ്മളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ തീരെ താഴ്ന്നു പോവാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് എന്തെന്ന് പറയുന്നത് ഗ്ലൂക്കോഗോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇഫ് എ ചൈൽഡ് ഹാസ് ടു ബി ഇമ്മ്യൂണൈസ്ഡ് വിത്ത് 2 ലൈവ് വാക്സിൻ. ഇപ്പോൾ ഒരു കുട്ടി 2 ലൈവ് വാക്സിൻസിൽ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. അതിൽ ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഷുഡ് ബി ഗിവൻ അറ്റ് എൻ ഇന്റർവൽ ഓഫ് 3 weeks, ഇറ്റ് ഷുഡ് ബി ഗിവൻ ഇൻ ദി സെയിം ഹാൻഡ്, ഇറ്റ് ഷുഡ് ബി മിക്സ്ഡ് ഇൻ എ സിറിഞ്ച് ആൻഡ് ഗിവൻ, ഇറ്റ് ഷുഡ് ബി ബീറ്റ് എൻ ഇന്റർവൽ ഓഫ് 1 week. അതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷൻ പറയുന്നത് 3 ആഴ്ചത്തെ ഇന്റർവെല്ലിന് ഇടയിൽ കൊടുക്കണം എന്നാണ്. അതിൽ ഓപ്ഷൻ ബി പറയുന്നത് ലൈവ് വാക്സിൻസ് രണ്ടും സെയിം കയ്യിൽ കൊടുക്കണം എന്നാണ്. മൂന്നാമത്തെ ഓപ്ഷനിൽ പറയുന്നത് ഇറ്റ് ഷുഡ് ബി മിക്സ്ഡ് ഇൻ എ സിറിഞ്ച് ആൻഡ് ഗിവൻ. ഈ 3 വാക്സിൻസും ഒരു സിറിഞ്ചിൽ മിക്സ് ചെയ്തതിന് ശേഷം കൊടുക്കണമെന്നാണ്. അടുത്ത ലാസ്റ്റ് പറയുന്ന ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്റർവെല്ലിന്റെ ഗ്യാപ്പെങ്കിലും അറ്റ്ലീസ്റ്റ് വന്നിരിക്കണം എന്നാണ്. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇറ്റ് ഷുഡ് ബി ഗിവൻ അറ്റ് എൻ ഇന്റർവെൽ ഓഫ് 3 weeks. അറ്റ്ലീസ്റ്റ് 3 ആഴ്ചയിലെ ഇന്റർവെൽ ഗ്യാപ്പിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ ലൈവ് വാക്സിൻസ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട്. സോ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും എയിം ഓഫ് സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറയുന്നത് ഏത് പ്രോഗ്രാമായിട്ട് റിലേറ്റ് ചെയ്തിട്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സ്വച്ഛ് ഭാരത് അഭിയാൻ ഇതിൽ ഏത് പ്രോഗ്രാമായിട്ട് റിലേറ്റ് ചെയ്തെന്നാണ്. സോ ഓപ്ഷൻ എ ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി ബൈ 2019, ഓപ്ഷൻ ബി ഇറാഡിക്കേഷൻ ഓഫ് ഓപ്പൺ ഡെഫിക്കേഷൻ ബൈ 2019, അടുത്ത ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി ബൈ 2018 ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് ഓപ്പൺ ഡെഫിക്കേഷൻ ബൈ 2018. സോ ഇതിൽ ഏതാണ് സ്വച്ഛ് ഭാരത് അഭിയാന്റെ എയിം എന്ന് പറയുന്നത്? ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഇറാഡിക്കേഷൻ ഓഫ് ഓപ്പൺ ഡെഫിക്കേഷൻ ബൈ 2019. സോ നമുക്കറിയാം ഓപ്പൺ ഡെഫിക്കേഷൻസ് ഒക്കെ നോർത്തിൽ അങ്ങോട്ട് കോമൺ ആണ്. സോ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന് പറയുന്ന ഒരു മിഷൻ കൊണ്ടുവന്നത്. ഇനി ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടി എന്ന് പറയുമ്പോഴത്തേക്കും വരുന്നത് പ്രധാനമന്ത്രി ജൻധൻ യോജന അല്ലെങ്കിൽ തന്നെ എന്തുവാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് ഇറാഡിക്കേഷൻ ഓഫ് പോവർട്ടിയിലെ പ്രോഗ്രാംസ് വരുന്നത്. സോ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാനായിട്ടുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും പ്യൂറസ്റ്റ് വാട്ടർ ഇൻ നാച്ചർ. നമ്മളുടെ നാച്ചുറലിലെ പ്യൂറസ്റ്റ് വാട്ടർ സോഴ്സ് ഏതെന്നാണ് ചോദ്യം. പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് വാട്ടർ, സർഫസ് വാട്ടർ, റെയിൻ വാട്ടർ ആൻഡ് സ്ട്രീം. സോ ഇതിൽ ഏറ്റവും പ്യൂറസ്റ്റ് ആയിട്ടുള്ള വാട്ടർ എന്ന് പറയുന്നത് റെയിൻ വാട്ടർ തന്നെയാണ്. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും സാനിറ്ററി വെൽ ഷുഡ് ബി ലൊക്കേറ്റഡ് നോട്ട് ലെസ് ദാൻ 50 meter ഫ്രം ദി സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ. കണ്ടാമിനേഷനിൽ നിന്ന് 15 meter ദൂരത്തിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനുള്ളത് സാനിറ്ററി വെല്ല് വെക്കാനുള്ളത്. അല്ലെങ്കിൽ ഓപ്ഷൻ ബി പറയുന്ന ലൊക്കേറ്റഡ് 50 meter അവേ ഫ്രം ദി സോഴ്സ് ഓഫ് കണ്ടാമിനേഷനിൽ നിന്ന് 50 meter മാറിയാണ് സ്ഥാപിക്കേണ്ടത്. then located 50 feet away from the source of contamination നിന്ന് 50 അടി മാറിയാണ് നമ്മൾ സാനിറ്ററി വെല്ല് സ്ഥാപിക്കേണ്ടത്. അടുത്ത ഓപ്ഷൻ ഡി പറയുന്നത് ലൊക്കേറ്റഡ് 15 feet away from the source of contamination. അതായത് സോഴ്സ് ഓഫ് കണ്ടാമിനേഷന് 15 അടി മാറിയാണ് നമ്മൾ ഈ ഒരു സാനിറ്ററി വെല്ല് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ലൊക്കേറ്റഡ് നോട്ട് ലെസ് ദാൻ 15 meter ഫ്രം സോഴ്സ് ഓഫ് കണ്ടാമിനേഷൻ. സോഴ്സ് ഓഫ് കണ്ടാമിനേഷനിൽ നിന്ന് 15 meter മാറി വേണം നമ്മൾ എന്ത് സ്ഥാപിക്കാനുള്ളത് സാനിറ്ററി വെല്ല് സ്ഥാപിക്കാനുള്ളത്. ഓക്കെ, സോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ദിസ് ഇയേഴ്സ് വേൾഡ് ഹെൽത്ത് ഡേ തീം. അതായത് ഒരു ക്വസ്റ്റ്യനിൽ വന്ന മിസ്റ്റേക്ക് ആണ്. 2024 WHO തീം എന്ന് പറയുമ്പോഴത്തേക്കും മൈ ഹെൽത്ത്
മൈ ഹെൽത്ത് മൈ റൈറ്റ്സ് ആണ്. മൈ ഹെൽത്ത് മൈ റൈറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത് WHO 2024 തീം എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള തീംസ് ഒക്കെ നോക്കാം. ഡിപ്രഷൻ, ലെറ്റ്സ് ടോക്ക്, യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ്, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, വാണ്ടഡ് ലീഡേഴ്സ് ഫോർ എ TB ഫ്രീ വേൾഡ്. ഇതിൽ ഡിപ്രഷൻ ലെറ്റ്സ് ടോക്ക് എന്ന് പറയുന്നത് 2017 തീമാണ്. WHO 2017 തീമാണ് ഡിപ്രഷൻ ലെറ്റ്സ് ടോക്ക് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്ന് പറയുന്നത് 2018 തീമാണ്. WHO 2018 തീമാണ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് എന്ന് പറയുന്നത്. അടുത്ത് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറയുന്നത് വേൾഡ് എൻവയോൺമെന്റൽ ഡേയിൽ 2023 വേൾഡ് എൻവയോൺമെന്റൽ ഡേയുടെ തീമാണ് ഏതെന്ന് പറയുന്നത് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2023 വേൾഡ് എൻവയോൺമെന്റൽ ഡേ, അതായത് ജൂൺ 5 വന്ന തീമാണ് എന്തെന്ന് പറയുന്നത് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. പിന്നെ വാണ്ടഡ് ലീഡേഴ്സ് ഫോർ എ TB ഫ്രീ വേൾഡ് എന്ന് പറയുമ്പോഴത്തേക്കും വേൾഡ് TB ഡേ എന്ന് WHO കൊണ്ടുവന്ന ഒരു തീമാണ് വാണ്ടഡ് ലീഡേഴ്സ് ഫോർ എ TB ഫ്രീ വേൾഡ്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാനായിട്ടുള്ളത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡിസീസ് വിച്ച് ആർ നാച്ചുറലി ട്രാൻസ്മിറ്റഡ് ബിറ്റ്വീൻ വെർട്ടിബ്രേറ്റ് അനിമൽസ് ആൻഡ് മാൻ ഈസ് കാൾഡ്. അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലോട്ട് കിട്ടുന്ന ആ ഒരു അസുഖത്തിന് എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് എന്ന് പറയുന്നത് എപ്പിഡമിക്, സൂനോസിസ്, എൻഡമിക് ആൻഡ് നോസോകോമിയൽ ഇൻഫെക്ഷൻ. അതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് സൂനോസിസ് അല്ലെങ്കിൽ സുനോട്ടിക് ഡിസീസിനൊക്കെയാണ് എന്തെന്ന് പറയുന്നത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യനിലോട്ട് കിട്ടുന്ന അസുഖങ്ങളെ നമ്മൾ സുനോസിസ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഒരു ക്വസ്റ്റ്യനിൽ പറയാനായിട്ടുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു സെൻസസ് 2011 2011 സെൻസസ് അനുസരിച്ച് ഡെഫിനിഷൻ ഓഫ് അർബൻ ഏരിയ ഇൻക്ലൂഡ് ഓൾ എക്സ്പെക്ട്. അതായത് അർബൻ ഏരിയയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദ്യം. അതിൽ പറയുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് എ മിനിമം പോപ്പുലേഷൻ ഓഫ് 5,000, അതായത് മിനിമം 5000 പോപ്പുലേഷൻ, അറ്റ്ലീസ്റ്റ് 75% ഓഫ് മെയിൽ എൻഗേജ്ഡ് ഇൻ നോൺ അഗ്രികൾച്ചറൽ വർക്ക്, അതായത് 75% മെയിൽസ് അഗ്രികൾച്ചർ അതായത് കൃഷിയിൽ എൻഗേജ്ഡ് ആയിരിക്കണമെന്ന്. ദെൻ മൂന്നാമത്തെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഈസ് അറ്റ്ലീസ്റ്റ് 400 persons per സ്ക്വയർ കിലോമീറ്റർ, അതായത് പോപ്പുലേഷൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 400 ആൾക്കാരെങ്കിലും ആയിരിക്കണമെന്ന്. അടുത്ത ഡി എന്ന് പറയുമ്പോഴത്തേക്കും മിനിമം പോപ്പുലേഷൻ ഓഫ് 3,000, മിനിമം പോപ്പുലേഷൻ ഓഫ് 3,000, അതായത് ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ മിനിമം 3,000 എങ്കിലും ആയിരിക്കണമെന്ന്. സോ ഇത് 2011 സെൻസസ് ആണ് പറയുന്നത്. അതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് മിനിമം പോപ്പുലേഷൻ ഓഫ് 3,000. മിനിമം പോപ്പുലേഷൻ ഓഫ് 3,000 ആകുമ്പോഴാണ് ഒരു അർബൻ ഏരിയയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാനായിട്ടുള്ളത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്പൺ വയൽ പോളിസി ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ എക്സെപ്റ്റ്. ഓപ്പൺ വയൽ പോളിസി എന്ന് പറഞ്ഞാൽ ആപ്ലിക്കബിൾ ആണ് എക്സെപ്റ്റ് ഏതൊക്കെ എന്നാണ്. സോ DPT, TT, BCG ആൻഡ് പെൻറ്റാവയലൻ്റ് വാക്സിൻ. ഇതിൽ ഓപ്പൺ വയൽ പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാക്സിൻ്റെ വേസ്റ്റേജ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓപ്പൺ വയൽ പോളിസി വന്നത്. ഇൻ കേസ് ഏതെങ്കിലും ഒരു വാക്സിൻ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈവൻ 20 days നമ്മൾ ഉപയോഗിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്കാർഡ് ചെയ്യണം. ഇതിൽ ഓപ്പൺ വയൽ പോളിസിക്ക് പറ്റാത്തതായിട്ടുള്ളത് BCG ആണ്. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് BCG ആണ്. BCG, മീസിൽസ്, ജാപ്പനീസ് എൻസെഫലൈറ്റീസിൻ്റെ വാക്സിൻസ് ഒന്നും നമ്മൾ ഈ ഒരു ഓപ്പൺ വയൽ പോളിസിയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഓക്കെ, സോ അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിലും പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ മിനിമം റെക്കമെൻഡഡ് കോൺസെൻട്രേഷൻ ഓഫ് ഫ്രീ റെസിഡുവൽ ക്ലോറിൻ ഈസ്. സോ ഫ്രീ റെസിഡുവൽ ക്ലോറിൻ്റെ മിനിമം റെക്കമെൻഡഡ് കോൺസെൻട്രേഷൻ എത്രയാണ് എന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 1 milligram for 1 hour, 0.5 milligram for half an hour, and 1 milligram for half an hour, and 0.5 milligram for 1 hour. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 0.5 milligram for 1 hour ആണ്. റെസിഡുവൽ ക്ലോറിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് എത്ര മാത്രമാണ് ആ വെള്ളത്തിൽ ക്ലോറിൻ്റെ അംശമുള്ളത് എന്നുള്ളതാണ്. ബാക്കി ലാസ്റ്റ് നമ്മൾ ഇനീഷ്യൽ ആപ്ലിക്കേഷന് ശേഷം എത്ര മാത്രമാണ് ആ ഒരു റെസിഡുവൽ ക്ലോറിൻ അതിനകത്തുള്ളത് എന്നറിയുന്നതാണ് ഈ ഒരു റെസിഡുവൽ ക്ലോറിൻ. അതിന് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള മിനിമം കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0.5 milligram for 1 hour ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾ ആർ കറക്റ്റ് അബൌട്ട് ബോയിലിംഗ് ഓഫ് വാട്ടർ എക്സെപ്റ്റ് റോളിംഗ് ബോയിൽ ഫോർ 10 to 20 minutes, റിമൂവ്സ് ടെമ്പററി ഹാർഡ്നെസ്,
ടേസ്റ്റ് ഓഫ് വാട്ടർ altered, ഇറ്റ് ഓഫേഴ്സ് റെസിഡുവൽ പ്രൊട്ടക്ഷൻ. അതായത് ഈ താഴെ തന്നിരിക്കുന്ന എല്ലാം താഴെ തന്നിരിക്കുന്നതിൽ ഒന്നൊഴികെ എല്ലാം ബോയിലിംഗ് വാട്ടറിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ് എന്നാണ് പറയുന്നത്. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദ്യം. അതിൽ ഫസ്റ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ 10 minutes വരെ നമുക്ക് എന്ത് ചെയ്യാം, ബോയിലിംഗ് വാട്ടറിനെ റോൾ ചെയ്യാനായിട്ട് പറ്റും. സോ അപ്പോൾ അടുത്ത രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി ഹാർഡ്നെസ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഓഫ് വാട്ടർ altered, അതായത് നമ്മൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് വാട്ടറിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റം സംഭവിക്കാം. അടുത്ത നാലാമത്തെ ഇറ്റ് ഓഫേഴ്സ് റെസിഡുവൽ പ്രൊട്ടക്ഷൻ. റെസിഡുവൽ പ്രൊട്ടക്ഷൻ എന്ത് ചെയ്യും, ഓഫർ ചെയ്യുമെന്നാണ് പറയുന്നത്. അല്ല, ഇതിൽ ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഓഫേഴ്സ് റെസിഡുവൽ പ്രൊട്ടക്ഷൻ. ഒരിക്കലും ബോയിലിംഗ് ഓഫ് വാട്ടർ നമ്മൾ തിളപ്പിക്കുമ്പോഴത്തേക്കും റെസിഡുവൽ പ്രൊട്ടക്ഷൻ എന്ത് ചെയ്യത്തില്ല, എനേബിൾ ചെയ്യത്തില്ല. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾ ആർ ട്രൂ എബൌട്ട് 0 dose OPV എക്സെപ്റ്റ്, അതായത് ഈ OPV ഡോസസിനെ കുറിച്ച് ഈ താഴത്തെ നിൽക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം ശരിയാണ്, ഒന്നൊഴികെ. ഒന്നെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത് ഏതെന്നാണ് ചോദ്യം. സോ അതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും 2 drops of OPV is given, 2 drop OPV നമുക്ക് കൊടുക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ ക്യാൻ ബി ഗിവൻ വിത്തിൻ ദി ഫസ്റ്റ് 50 days, കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആദ്യ 15 ദിവസം നമുക്ക് എന്ത് ചെയ്യാം, OPV കൊടുക്കാം. അടുത്ത് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗിവൻ ഓറലി, നമുക്ക് ഓറലായിട്ട് നമുക്ക് കുഞ്ഞിന് കൊടുക്കാം. നാലാമത്തെ ഓപ്ഷൻ OPV is given after diluting with sterile water. OPV എന്ത് ചെയ്യുക, സ്റ്റെറൈൽ വാട്ടറിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടും കൊടുക്കാം എന്നാണ് പറയുന്നത്. ഇതിൽ OPV എന്ന് പറയുന്നത് ഓറൽ പോളിയോ വാക്സിൻ ആണ്. ഓറൽ പോളിയോ വാക്സിൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരിക്കലും വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അതെന്ന് പറയുന്നത് ഡയറക്റ്റ് ഡോസേജ് ആണ്. സോ ഈ ആദ്യത്തെ 3 ഓപ്ഷൻസും ശരിയാണ്. ലാസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാനായിട്ടുള്ളത്. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും കൺകറന്റ് ഡിസിൻഫെക്ഷൻ ഈസ്, എന്താണ് കൺകറന്റ് ഡിസിൻഫെക്ഷൻ എന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷനിലോട്ട് നോക്കാം. ആപ്ലിക്കേഷൻ ഓഫ് ഡിസിൻഫെക്റ്റീവ് മെഷേഴ്സ് ആസ് സൂൺ ആസ് ഇൻഫെക്ഷ്യസ് മെറ്റീരിയൽ ഡിസ്ചാർജ്ഡ് ഫ്രം ദ ബോഡി. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള മീൻസ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ സ്പ്യൂട്ടം ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമ്മളുടെ ശരീരത്തിൽ നിന്നും ഡിസ്ചാർജ് ആയതിനു ശേഷം ഉപയോഗിക്കുന്ന ഒരു ഡിസിൻഫെക്റ്റീവ് മെഷേഴ്സാണ്. അല്ലെങ്കിൽ രണ്ടാമത് ആപ്ലിക്കേഷൻ ഓഫ് ഡിസിൻഫെക്റ്റീവ് മെഷേഴ്സ് ആഫ്റ്റർ പേഷ്യൻ്റ് ഇസ് റിമൂവ്ഡ്, പേഷ്യൻറ്റിന് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുന്ന ഡിസിൻഫെക്റ്റീവ് മെഷേഴ്സാണ്. മൂന്നാമത്തെ പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് പ്രൊഫൈലാക്റ്റിക് ഡിസിൻഫെക്ഷൻ ഓഫ് വാട്ടറിൻ്റെ പ്രൊഫൈലാക്റ്റിക് ഡിസിൻഫെക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അടുത്ത നാലാമത്തെ ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ, സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുന്നത്. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കൺകറന്റ് ഡിസിൻഫെക്ഷൻ, അതായത് ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ, നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ്റെ സമയത്ത് തന്നെ ഡിസിൻഫെക്ഷൻ യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, കൺകറന്റ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. സോ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ മോസ്റ്റ് കോമൺ ഗ്രീൻ ഹൗസ് ഗ്യാസ് വിച്ച് ഇസ് കോൺട്രിബ്യൂട്ടിംഗ് ടു ഗ്ലോബൽ വാർമിംഗ്, അതായത് ആഗോളവൽക്കരണത്തിന് കാരണമാകുന്ന ഗ്രീൻ ഹൗസ് എഫക്റ്റിലെ ഗ്യാസ് ഏതെന്നാണ്, മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഗ്യാസ് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് പറയുന്ന മീഥേൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ഫ്ലൂറോ കാർബൺസ് ആൻഡ് നൈട്രോ ഓക്സൈഡ്. സോ ഇതിൽ കോമൺ ആയിട്ട് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ, അതായത് ഏറ്റവും വാർമിംഗ് എഫക്റ്റ് ഉള്ളത് കാർബൺ ഡൈ ഓക്സൈഡിനാണ്. സോ കാർബൺ ഡൈ ഓക്സൈഡാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. 2020 കണക്കനുസരിച്ച് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ 48% കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എഫക്റ്റ് ഉണ്ടായിരുന്നു. സോ അത് കാരണമാണ് എന്ത് ചെയ്യുന്നത്, ഗ്ലോബൽ വാർമിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നത്. സോ കാർബൺ ഡൈ ഓക്സൈഡാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് സോയിലിംഗ് ഇൻഡെക്സ് ഈസ് യൂസ്ഡ് ടു മെഷർ, സോയിലിംഗ് ഇൻഡെക്സ് ഇവയിൽ ഏത് മെഷർ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് എന്നാണ്. സോ ഓപ്ഷൻ എ റേഡിയോ ആക്റ്റീവ് പൊല്യൂഷൻ, ഓപ്ഷൻ ബി സോയിൽ പൊല്യൂഷൻ, ഓപ്ഷൻ സി എയർ പൊല്യൂഷൻ ആൻഡ് ഓപ്ഷൻ ഡി വാട്ടർ പൊല്യൂഷൻ. ഇതിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിലിംഗ് ഇൻഡെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളുടെ അറ്റ്മോസ്ഫിയറിക് എയറിൽ ഒരു ക്യൂബിക് പാർട്ട് ഓഫ് എയറിൽ എത്രമാത്രം ഡാർക്കനിങ് മെറ്റീരിയൽസ് ഉണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം സ്മോക്ക് ഔട്ട്ലെറ്റിനെ സ്പോയിൽ ചെയ്യാനായിട്ട് ഉള്ള ഒരു മെറ്റീരിയൽസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സോയിലിംഗ് ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്. സോ ഇതിന് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് എയർ പൊല്യൂഷനാണ്. ഓക്കെ, എയർ പൊല്യൂഷനാണ് ഇതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഇതിൻ്റെ സ്മോക്ക് ഇൻഡെക്സ് എന്നും കോയിഫിഷ്യൻ്റ് ഓഫ് ഹെയ്സ് എന്നും പറയാറുണ്ട്. ഈ ഒരു സോയിലിംഗ് ഇൻഡെക്സിന് സ്മോക്ക് എഫക്റ്റ് എന്നും കോയിഫിഷ്യൻ്റ് ഓഫ് ഹെയ്സ് എന്നും പറയാറുണ്ട്. അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ഷുഡ് ബി ഗിവൻ, അതായത് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ഷുഡ് ബി ഗിവൻ എത്ര മാസം വരെയാണ് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്നാണ് ചോദ്യം. അതിലെ ഓപ്ഷൻസ് പറയുന്നത് അപ് ടു 4 months, അപ് ടു 6 months, അപ് ടു 1 year ആൻഡ് അപ് ടു 8 months. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് അപ് ടു 6 months ആണ്. അപ് ടു 6 months ആണ്. കാരണം 6 മാസം വരെയും കൃത്യമായിട്ടും എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് തന്നെ കൊടുത്തിരിക്കണമെന്ന് പറയേണ്ട കാരണം കുട്ടികളിൽ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ 6 മാസം വരെയും ഉറപ്പായിട്ടും 6 മാസം വരെയും എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് തന്നെ കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാം. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രൊവൈഡഡ് ബൈ അംഗൻവാടി ഫോർ എ 1 year old ചൈൽഡ്, അതായത് അംഗൻവാടിയിലുള്ള അല്ലെങ്കിൽ അംഗൻവാടിയിലെ കീഴിൽ സപ്ലിമെന്ററി ന്യൂട്രീഷൻ 1 വയസ്സായ കുട്ടികൾക്ക് കൊടുക്കുന്നത് എത്രയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് പറയുന്നത് 500 calories and 12 to 15 gram protein, 800 calories and 12 to 25 gram protein, 600 calories and 8 to 20 gram protein and 400 calories and 6 to 18 gram protein എന്നാണ്. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 500 calories and 12 to 15 gram protein ആണ്. അംഗൻവാടിയിൽ സപ്ലിമെന്ററി ന്യൂട്രീഷൻ 1 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നത് 500 calories and 12 to 15 gram protein ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഹൗ മെനി ഡേയ്സ് അംഗൻവാടി പ്രൊവൈഡ് സപ്ലിമെന്ററി ന്യൂട്രീഷൻ ഇൻ എ ഇയർ? 1 വർഷത്തിൽ അംഗൻവാടി എത്ര ദിവസമാണ് സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? 1 വർഷത്തിൽ അംഗൻവാടി എത്ര ദിവസമാണ് സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 100, 200, 365 ആൻഡ് 300. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 300 ആണ്. 1 വർഷത്തിൽ 300 ദിവസവും ഒരു വർഷത്തിൽ 300 ദിവസവും അംഗൻവാടി സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാംസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ആസ് പെർ നാഷണൽ പ്രോഗ്രാം pregnant women should get iron and folic acid tablet for how many days? സോ നാഷണൽ പ്രോഗ്രാമിന്റെ ബേസിസിൽ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മയ്ക്ക് എത്ര ദിവസമാണ് അയൺ ആൻഡ് ഫോളിക് ആസിഡിന്റെ ഗുളിക നമ്മൾ കൊടുക്കേണ്ടത്? എത്ര ദിവസമാണ് അയൺ ആൻഡ് ഫോളിക് ആസിഡിന്റെ ഗുളിക നമ്മൾ ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു അമ്മയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടത്? നാഷണൽ പ്രോഗ്രാം അനുസരിച്ച് നമ്മൾ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് 100 days ആണ്. അതായത് 100 ദിവസമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അയൺ ആൻഡ് ഫോളിക് ആസിഡിന്റെ ടാബ്ലറ്റ് നമുക്ക് ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു അമ്മയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടത് 100 ദിവസം. ഓക്കെ, ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, 100 days. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ടിൽ വാട്ട് ഏജ് ക്യാൻ എ ചൈൽഡ് ബി ഗിവൻ OPV? ഏത് വയസ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം? ഓറൽ പോളിയോ വാക്സിൻ കുട്ടികൾക്ക് കൊടുക്കാം എന്നാണ് ചോദ്യം. അതിൽ പറയുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്ഷൻ എ 3 years, 5 years, 1.5 years ആൻഡ് 2 years. ഇതിൽ 5 വയസ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാം? OPV, അതായത് ഓറൽ പോളിയോ വാക്സിൻ കൊടുക്കാം. 5 വയസ്സിൽ കുട്ടിക്ക് DPT, അതായത് ഡിഫ്തീരിയ, പെട്രൂസിസ്, ടെറ്റനസിന്റെ ബൂസ്റ്റർ ഡോസും നമ്മൾ 5 വയസ്സിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 5 വയസ്സാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻ കേസ് ഓഫ് മലേറിയ സർവൈലൻസ് ആനുവൽ ബ്ലഡ് എക്സാമിനേഷൻ ഷുഡ് ബി? മലേറിയ സർവൈലൻസിന്റെ കേസിൽ ഒരു ആനുവൽ ബ്ലഡ് എക്സാമിനേഷന്റെ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻസ് പറയുന്നത് 5% ഓഫ് പോപ്പുലേഷൻ പെർ ഇയർ, സെക്കൻഡ് വൺ 10% ഓഫ് ദി പോപ്പുലേഷൻ പെർ ഇയർ ആൻഡ് തേർഡ് വൺ 2% ഓഫ് പോപ്പുലേഷൻ പെർ ഇയർ ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് 50% ഓഫ് ദ പോപ്പുലേഷൻ പെർ ഇയർ. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 10% ഓഫ് ദ പോപ്പുലേഷൻ പെർ ഇയർ ആണ്. 10% ഓഫ് ദ പോപ്പുലേഷൻ പെർ ഇയർ ആണ്. അതിൽ ആനുവൽ ബ്ലഡ് എക്സാമിനേഷന്റെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 10% ഓഫ് ദ പോപ്പുലേഷൻ പെർ ഇയർ ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ലോക്കൽ വൂണ്ട് ട്രീറ്റ്മെന്റ് ഇൻ അനിമൽ ബൈറ്റ് കേസസ് ക്യാൻ റെഡ്യൂസ് ചാൻസസ് ഓഫ് ഡെവലപ്പിംഗ് റാബീസ് ബൈ അപ് ടു? അതായത് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അനിമൽ ബൈറ്റ് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ലോക്കൽ വൂണ്ട് ട്രീറ്റ്മെന്റ് അപ്ലൈ ചെയ്യുന്നത് വഴി എത്ര ശതമാനം ആണ് നമുക്ക് റാബീസ് വരാതിരിക്കാനുള്ള ചാൻസസ് എന്നാണ് ചോദ്യം. എത്ര ശതമാനമാണ് റാബീസ് വരാതിരിക്കാനുള്ള ചാൻസസ് നമ്മൾ ലോക്കൽ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ? അതിലെ ഓപ്ഷൻസ് പറയുന്നത് 50%, 80%, 100% ആൻഡ് 60%. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 80%. 80% നമുക്ക് എന്ത് ചെയ്യാം? ലോക്കൽ വൂണ്ട് ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റാബീസ് എന്ത് ചെയ്യാം?
വരാതിരിക്കാനുള്ള ചാൻസസ് 80%. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും വാട്ട് പെർസെൻറ്റേജ് ഓഫ് അണ്ടർ 5 മോർട്ടാലിറ്റി ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ മീസിൽസ്? സോ മീസിൽസ് മൂലമുണ്ടാകുന്ന മരണനിരക്ക് 5 വയസ്സ് താഴെയുള്ള കുട്ടികളിൽ എത്ര ശതമാനം എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും 5%, ഓപ്ഷൻ ബി 10%, ഓപ്ഷൻ സി 2%, ഓപ്ഷൻ ഡി 4%. സോ മീസിൽസ് മൂലം ഉണ്ടാകുന്ന മരണനിരക്ക് എന്ന് പറയുന്നത് 2%. സോ മീസിൽസ് മൂലം ഉണ്ടാകുന്ന 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലുള്ള മരണനിരക്ക് എന്ന് പറയുന്നത് 2%. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾ ആർ കറക്റ്റ് അബൌട്ട് AFB എക്സെപ്റ്റ്. സോ അക്യൂട്ട് ഫലാസിഡ് പരാലിസിസിനെ കുറിച്ച് ഈ താഴെ തന്നിരിക്കുന്നതിലെല്ലാം ശരിയാണ്, ഒന്നൊഴികെ. ഇതിൽ ഏതാണ് ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയുന്നത്. സോ ഓപ്ഷൻസ് നോക്കാം. ഫൈൻഡിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ചിൽഡ്രൻ വിത്ത് AFB അണ്ടർ 15, അല്ലെ 15 വയസ്സുള്ള കുട്ടികളിൽ ഈ AFB കണ്ടെത്തുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. 2 specimens of stool taken should reach the lab within 72 hours. നമ്മൾ നേരത്തെ പറഞ്ഞു 20 to 24 hours തന്നെ എന്ത് ചെയ്യുക, സാമ്പിൾസ് ലാബിൽ എത്തുക. ദെൻ ഐഡന്റിഫൈ വിച്ച് ഓഫ് ദി 3 സെറോടൈപ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. ദെൻ മാപ്പിംഗ് ദ വൈറസ് ടു ഐഡന്റിഫൈ ദി സോഴ്സ് ഓഫ് ഇമ്പോർട്ടേഷൻ. സോ വൈറസിനെ മാപ്പ് ചെയ്ത് ഇതിൻ്റെ സോഴ്സ് എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഐഡന്റിഫൈ വിച്ച് ഓഫ് ദി 3 സെറോടൈപ്സ്. സോ 3 സെറോടൈപ്സ് അല്ല ഇതിനുള്ളത്, അക്യൂട്ട് ഫ്ലാസിഡ് പാരാലിസിസിന് ഉള്ളത്. സോ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 3ാമത്തെ ഓപ്ഷനാണ്. ഓക്കെ, ബാക്കിയെല്ലാം അക്യൂട്ട് ഫ്ലാസിഡ് പാരാലിസിസിനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫോളോയിങ് ആർ കറക്റ്റ് അബൌട്ട് ഈഡിസ് ഈജിപ്തി എക്സെപ്റ്റ്. അതായത് ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന മസ്കിറ്റോനെ കുറിച്ച് ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിലെല്ലാം ശരിയാണ്, ഒന്നൊഴികെ. ഏതെന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈലി ഡൊമസ്റ്റിക്കേറ്റഡ് ആൻഡ് സ്ട്രോങ്ലി ആൻഡ്രോഫീലിക് ആണ്. അടുത്ത രണ്ടാമത്തെ നെർവസ് ഫീഡർ. മൂന്നാമത്തെ ഏബിൾ ടു റെപ്ലിക്കേറ്റ് ദ വൈറസ് ആൻഡ് ട്രാൻസ്മിറ്റ് ദ വൈറസ് ടു അനദർ ഹോസ്റ്റ്. 4ാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കൺകോർഡന്റ് സ്പീഷ്യസ് ആണ്. ഇതിൽ തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് കൺകോർഡന്റ് സ്പീഷ്യസ് ആണ്. കാരണം കൺകോർഡന്റ് സ്പീഷ്യസ് എന്ന് പറയുമ്പോഴത്തേക്കും അതായത് പാസ്റ്റ് എൻവയോൺമെന്റൽ ആയിട്ടുള്ള ചേഞ്ചസിനെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, റെപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സ്പീഷ്യസിനെയാണ് എന്തെന്ന് പറയുന്നത്, കൺകോർഡന്റ് സ്പീഷ്യസ് എന്ന് പറയുന്നത്. അതിൽ ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്നത് ഒരു കൺകോർഡന്റ് ആയിട്ടുള്ള സ്പീഷ്യസ് അല്ല. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ക്ലോറിൻ ആക്ട് ബെസ്റ്റ് ആസ് എ ഡിസിൻഫെക്റ്റന്റ് വെൻ pH ഓഫ് വാട്ടർ ഈസ് അറൗണ്ട്. അത് ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്കും ക്ലോറിൻ ഒരു ബെസ്റ്റ് ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് വെള്ളത്തിന്റെ pH വാല്യൂ എത്രയാവുമ്പോഴെന്നാണ്. സോ പറയുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും 7, 8, 6 and 9. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 7 ആണ്. അതായത് വെള്ളത്തിന്റെ pH 7 എത്തുമ്പോഴാണ് ക്ലോറിൻ ഒരു ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും എ പ്ലാഗ് ഔട്ട് ബ്രേക്ക് ക്യാൻ ഒക്കർ വെൻ ദ ക്യൂപിക്സ് ഇൻഡെക്സ് ഇസ്. സോ ഒരു ക്യൂപിക്സ് ഇൻഡെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എപ്പിസോഡിക് ഡിസീസ് ഒക്കർ ചെയ്യാനായിട്ടുള്ള റിസ്ക് ആണ് ക്യൂപിക്സ് ഇൻഡെക്സ് പറയുന്നത്. സോ ക്യൂപിക്സ് ഇൻഡെക്സ് എത്ര ആയി കഴിഞ്ഞാലാണ് ഒരു പ്ലേഗ് ഔട്ട് ബ്രേക്ക് ഉണ്ടാവാനായിട്ടുള്ള സാധ്യത എന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും greater than 1, B less than 1 and C greater than 10 and D greater than 50. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് greater than 1 ആണ്. അതായത് ക്യൂപിക്സ് ഇൻഡെക്സ് greater than 1 ആവുമ്പോഴാണ് എപ്പിസോഡിക് ഡിസീസ് എന്ന് ഈ ഹ്യൂമൻസിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള റിസ്ക് കൂടുതലെന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾ ആർ ട്രൂ അബൌട്ട് സ്ക്രബ് ടൈഫസ് എക്സെപ്റ്റ്. സോ ഈ താഴത്തെ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ സ്ക്രബ് ടൈഫസിനെ കുറിച്ച് പറയുന്ന എല്ലാം ശരിയാണ് എക്സെപ്റ്റ് 1. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്നാണ് പറയുന്നത്. സോ നമുക്ക് ഓപ്ഷൻസിലോട്ട് പോവാം. കോസേറ്റീവ് ഏജന്റ് ഈസ് റിക്കറ്റ്സിയ സുസുഗാമുഷി. സോ സ്ക്രബ് ടൈഫസിന്റെ കോസേറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് റിക്കറ്റ്സിയ സുസുഗാമുഷിയാണ്. റിസർവോയർ ഈസ് ട്രോംബിക്കുലിഡ് മൈറ്റ് ആൻഡ് ഓപ്ഷൻ സി പറയുന്ന വെയിൽ ഫിലിക്സ് റിയാക്ഷൻ ഈസ് കൺഫർമേറ്ററി ആൻഡ് ഡി പറയുന്ന ടിപ്പിക്കൽ ഫീച്ചർ ഈസ് എസ്കാർ.
സോ ഈ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വീൽ ഫിലിക്സ് റിയാക്ഷൻ ആണ്. കാരണം വീൽ ഫിലിക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു കൺഫർമേറ്ററി അല്ല. കൺഫർമേറ്ററി അതായത് ഗോൾഡൻ സ്റ്റാൻഡേർഡ് ഓഫ് സ്ക്രപ്ടൈഫസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലൂറോ അസേ ആണ്. അതായത് അല്ലെങ്കിൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻസ് ഒക്കെയാണ് കൺഫർമേറ്ററി ഡയഗ്നോസിസ് എന്നായിട്ട് പറയുന്നത്. ഓക്കെ, സോ ഈ പറയുന്നതിൽ ഒരു റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വീൽ ഫിലിക്സ് റിയാക്ഷൻ ഈസ് കൺഫർമേറ്ററി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും following diseases makes largest contribution towards mortality and morbidity due to non-communicable diseases except. So ഈ താഴെ തന്നിരിക്കുന്ന ഡിസീസിൽ ഒരു ലാർജസ്റ്റ് കോൺട്രിബ്യൂഷൻ മോർട്ടാലിറ്റിയിൽ മോർബിഡിറ്റി റേറ്റ് കൂട്ടാനായിട്ട് ലാർജസ്റ്റ് കോൺട്രിബ്യൂഷൻ വഹിക്കുന്നുണ്ട് എക്സെപ്റ്റ് എന്നാണ് ചോദ്യം. അതിൽ പറയുന്നത് ഡയബറ്റീസ്, ക്രോണിക് ലിവർ ഡിസീസ്, ക്യാൻസർ, കാർഡിയോവാസ്കുലർ ഡിസീസ്. ഇതെല്ലാം നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് തന്നെയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ നോൺ മോർട്ടാലിറ്റി മോർബിഡിറ്റി റേറ്റ് ഉണ്ടാകുന്നത് ഡയബറ്റീസ്, ക്യാൻസർ, കാർഡിയോവാസ്കുലർ ഡിസീസിലാണ്. സോ എക്സെപ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ക്രോണിക് ലിവർ ഡിസീസാണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾ ഓഫ് ദ ഫോളോയിങ് ഡിസീസസ് ആർ കൺസിഡേർഡ് ആസ് ഐസ്ബർഗ് ഡിസീസ്. സോ ഈ താഴെ തന്നിരിക്കുന്ന എല്ലാ ഡിസീസസും ഐസ്ബർഗ് ഡിസീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തേക്കുന്നത് ഒന്നൊഴികെ. ഏതാണെന്നാണ് ചോദ്യം. അതിൽ ഐസ്ബർഗ് ഡിസീസസിൽ വരുന്ന ഓപ്ഷൻസ് നോക്കാം. ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, അനീമിയ ആൻഡ് കിഡ്നി ഡിസീസ്. സോ ഇതിൽ ഐസ്ബർഗ് ഡിസീസിൽ വരാത്തത് ഏതാ എന്നാണ് ചോദ്യം. സോ ഐസ്ബർഗ് ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരു സബ് ക്ലിനിക്കൽ ലെവൽ ടു അല്ലെങ്കിൽ ഒരു അപ്പാരൻറ്റ് ഡിസീസ് കണ്ടീഷനിലോട്ട് പോകുന്ന ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത് ഐസ്ബർഗ് ഡിസീസ് എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും താഴെ നിൽക്കുന്ന അതൊരു ഐസ്ബർഗ് എന്ന് പറഞ്ഞ ഒരു പിരമിഡൽ ഷേപ്പാണെന്ന് നമുക്കറിയാം. ഏറ്റവും താഴെ നിൽക്കുന്നതെന്ന് പറഞ്ഞ ഒരു റിസ്ക് ഫാക്ടേഴ്സിനെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. റിസ്ക് ഫാക്ടേഴ്സിനെയാണ് താഴെ നിൽക്കുന്ന ഏറ്റവും ഒരു ഐസ്ബർഗ് ഫിനോമിനലിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഐസ്ബർഗ് ഡിസീസിൽ വരാത്ത ഡിസീസ് കണ്ടീഷൻ ഇതിൽ കിഡ്നി ഡിസീസാണ്. കിഡ്നി ഡിസീസാണ് ഐസ്ബർഗ് ഡിസീസ് കണ്ടീഷൻസിൽ വരാത്തതായിട്ടുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾ ആർ ക്രിട്ടിക്കൽ ഡിറ്റർമിനൻസ് ഓഫ് എൻ FRU എക്സെപ്റ്റ്. ഈ പറയുന്ന താഴെ പറയുന്ന എല്ലാം ഒരു ക്രിട്ടിക്കൽ ഡിറ്റർമിനൻസിനാണ്. അതായത് ഫസ്റ്റ് റെഫറൽ യൂണിറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ഈ താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം. അതിലൊന്നൊഴികെ ഏതാണെന്നാണ് ചോദ്യം. അതിൽ പറയുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവൈലബിലിറ്റി ഓഫ് സർജിക്കൽ ഇൻ്റർവെൻഷൻ, ന്യൂബോൺ കെയർ, ബ്ലഡ് സ്റ്റോറേജ് ഫെസിലിറ്റി ആൻഡ് സേഫ് അബോർഷൻ സർവീസസ്. സോ ഈ പറയുന്നവയിൽ ഏതാണ് ഫസ്റ്റ് റെഫറൽ യൂണിറ്റിൻ്റെ ഒരു ക്രിട്ടിക്കൽ ഡിറ്റർമിനൻസ് അല്ലാത്തത് എന്നാണ് ചോദ്യം. സോ ഒരു ഫസ്റ്റ് റെഫറൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് മോസ്റ്റ് കോമൺലി അത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ആയിരിക്കും. പ്രൈമറി ഹെൽത്ത് സെൻറ്റർ മുതൽ ഇപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ, പിന്നെ അവിടെ നിന്ന് അങ്ങനെ പോകുന്നതാണ് ഒരു ഫസ്റ്റ് റെഫറൽ യൂണിറ്റ് മുതൽ ടുവേർഡ്സ് എന്ന് പറയുന്നത്. സോ അതിൽ ഈ പറയുന്ന എല്ലാ ഇൻ്റർവെൻഷൻസും അവിടെ നടക്കുന്നുണ്ട്. അവിടെ സേഫ് അബോർഷൻ സർവീസാണ് നമുക്ക് ഒരു ഫസ്റ്റ് റെഫറൽ യൂണിറ്റിൽ ചെയ്യാൻ പറ്റാത്ത ഒരു ക്രിട്ടിക്കൽ ഡിറ്റർമിനൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സേഫ് അബോർഷൻ സർവീസസ് ആണ്. ഫസ്റ്റ് റെഫറൽ യൂണിറ്റിൽ അല്ലാത്ത ക്രിട്ടിക്കൽ ഡിറ്റർമിനൻസ് അല്ലാത്തത് സേഫ് അബോർഷൻ സർവീസസ് ആണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു മെഷർ ക്ലോറിൻ ഡിമാൻഡ് ഓഫ് വെൽ വാട്ടർ. അതായത് ക്ലോറിൻ ഡിമാൻഡ് ഓഫ് വെൽ വാട്ടറിന് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ഏതാണ് എന്നാണ് ചോദ്യം. അതിൽ പറയുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ബാർക്ക്ഫീൽഡ്, ഹോറോക്സ്, പാസ്റ്റർ ചേംബർലാൻഡ് ആൻഡ് കറ്റാഡിൻ. ഈ പറയുന്നതൊക്കെയാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഹോറോക്സ് ആണ്. ഹോറോക്സ് അപ്പാരറ്റസ് വഴിയാണ് ഈ ഒരു ക്ലോറിൻ്റെ വെൽ വാട്ടറിൽ എത്രമാത്രം ക്ലോറിൻ വേണം എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഹോറോക്സ് അപ്പാരറ്റസ് വെച്ചിട്ടാണ്. സോ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടെ നോക്കാം. അതിൽ ബാർക്ക്ഫീൽഡ് ഫിൽറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് മൈക്രോബയോളജിക്കൽ ഫിൽട്രേഷൻ ആണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു മൈക്രോബയോളജിക്കൽ ഫിൽട്രേഷൻ ആണ്. മൈക്രോബയോളജിക്കൽ ലബോറട്ടറീസിലൊക്കെയാണ് ഈ ഒരു ബാർക്ക്ഫീൽഡ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. അടുത്ത് പാസ്റ്റർ ചേംബർലാൻഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ചേംബർ ഫിൽറ്റർ ലാൻഡ് എന്ന് ഇതിനെ അറിയപ്പെടുന്നുണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലൂയിഡ്, അതായത് ഫ്ലൂയിഡിനെ പാസ് ചെയ്യാനായിട്ട് സഹായിക്കും ഈ ഒരു ഫിൽറ്റർ. ഫ്ലൂയിഡിനെ പാസ് ചെയ്യാനായിട്ട് സഹായിക്കും. അത് മാത്രമല്ല മൈക്രോ ഓർഗാനിസത്തിനെയും ബാക്ടീരിയാസിനെയൊക്കെ എന്ത് ചെയ്യും പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് ഫ്ലൂയിഡ്സിനെ മാത്രം എന്ത് ചെയ്യാനായിട്ട് ഫ്ലോ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഫിൽറ്ററാണ് പാസ്റ്റർ ചേംബർ ലാൻഡ് എന്ന് പറയുന്നത്. അടുത്ത് കറ്റാഡിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു കറ്റാഡിൻ ഫിൽറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും, അതായത് കറ്റാഡിൻ സാൻഡ് ഫിൽറ്റർ എന്നൊക്കെ പറയും, വാട്ടർ ഫിൽറ്റർ എന്നൊക്കെ പറയും. ഈ ഒരു കറ്റാഡിൻ ഫിൽറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും
പ്രോട്ടോസോവയും മൈക്രോ ബാക്ടീരിയ, ഈ ബാക്ടീരിയ പോലുള്ള എല്ലാത്തിനെയും പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് വാട്ടറിനെ പാസ് ചെയ്ത് വിടുന്നതാണ് എന്തെന്ന് പറയുന്നത്, കറ്റാഡിൻ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും വാട്ട് ഈസ് ഏർലി രജിസ്ട്രേഷൻ ഓഫ് പ്രഗ്നൻസി? പ്രഗ്നൻസിയുടെ ഏർലി രജിസ്ട്രേഷൻ്റെ സമയം എപ്പോഴെന്നാണ് ഈ ഒരു ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും രജിസ്ട്രേഷൻ ബിഫോർ 20 വീക്സ്, ബിഫോർ 6 വീക്സ്, ബിഫോർ 24 വീക്സ് ആൻഡ് ബിഫോർ 12 വീക്സ്. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുമ്പോഴത്തേക്കും ബിഫോർ 12 വീക്സ് ആണ്. കാരണം പ്രഗ്നൻ്റ് ആയി ഒരു 12 ആഴ്ചയ്ക്ക് ശേഷമാണ് എന്തെന്ന് പറയുന്നത്, ഏർലി രജിസ്ട്രേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ആ ഒരു ടൈമിൽ പ്രഗ്നൻസി രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്ക് JSSYയുടെ എല്ലാ ആനുകൂല്യങ്ങളും ആ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള അമ്മയ്ക്ക് കിട്ടുള്ളൂ. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഗ്യാസ് ഇസ് നോൺ ആസ് സ്വാംപ് ഗ്യാസ്? സ്വാംപ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് ഈ താഴെ പറയുന്നതിൽ ഏവയാണെന്നാണ് ചോദ്യം. ക്ലോറോഫ്ലൂറോ കാർബൺസ്, നൈട്രോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ്, മീഥേൻ. ഇതിൽ ഏതാണ് സ്വാംപ് ഗ്യാസ്? സോ സ്വാംപ് ഗ്യാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർഷ് ഗ്യാസ് എന്നും പറയുന്നുണ്ട്, നാച്ചുറൽ ഗ്യാസ് എന്നും പറയുന്നുണ്ട്. മാർഷ് ഗ്യാസ് എന്ന് പറയുന്നുണ്ട്, നാച്ചുറൽ ഗ്യാസ് എന്നും പറയുന്നത്. അതായത് ഓവർ മില്യൺസ് ഓഫ് ഇയേഴ്സ് മുന്നേ നമ്മളുടെ വേൾഡിൽ പ്രൊഡ്യൂസ് ചെയ്ത ഗ്യാസിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്വാംപ് ഗ്യാസ് എന്ന് പറയുന്നത്. അതായത് ഫോസിൽ ഫ്യൂൾസ് ഒക്കെ കത്തി ഉണ്ടാകുന്ന ആ ഒരു ഗ്യാസിനെയാണ് സ്വാംപ് ഗ്യാസ്, മാർഷ് ഗ്യാസ് അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത്. അതിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഗ്യാസ് എന്ന് പറയുന്നത് മീഥേൻ ആണ്. മീഥേൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സോ സ്വാംപ് ഗ്യാസ് ഇസ് നോൺ ആസ് മീഥേൻ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് അണ്ടർ PFA ആക്ട് പ്രൊട്ടക്ഷൻ ലെവൽ അയഡിൻ കണ്ടന്റ് ഓഫ് സാൾട്ട് ഷുഡ് ബി. സോ PFA ആക്ട് എന്ന് പറയുമ്പോഴത്തേക്കും പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് ആണ്. ഈ ഒരു പ്രിവെൻഷൻ ഓഫ് ഫുഡ് അഡൾട്രേഷൻ ആക്ട് ആദ്യമായിട്ട് കൊണ്ടുവന്നത് 1954. സോ ഈ ഒരു ആക്ട് പ്രകാരം അയഡിൻ, സോൾട്ടിൽ അയഡിൻ്റെ കണ്ടന്റ് എത്രയാവണം എന്നാണ് ചോദ്യം. അതിൽ ഫസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്ഷൻ എ 10 ppm, ഓപ്ഷൻ ബി 15 ppm ആൻഡ് ഓപ്ഷൻ സി 30 ppm ആൻഡ് ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 15 ppm ആണ്. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് 30 ppm ആണ്. അതായത് PFA ആക്ട് പ്രകാരം അയഡിൻ്റെ ലെവൽ എന്ന് പറയുന്നത് 13 ppm ആണ് ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ 30 ppm. ഇതിൽ 30 ppm എന്ന് പറയുന്നത് പാർട്സ് പെർ മില്യൺ എന്നാണ് പറയുന്നത്. പാർട്സ് പെർ മില്യൺ ആണ് 30 ppm, അല്ലെങ്കിൽ PPMൻ്റെ മീനിങ് എന്ന് പറയുന്നത് പാർട്സ് പെർ മില്യൺ. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ദ പ്രോസസ് ഓഫ് പ്രിവെൻറ്റിങ് ന്യൂട്രിയൻറ്റ് ലോസ് ഫ്രം റൈസ്. അതായത് റൈസിൽ നിന്നും ന്യൂട്രിയൻറ്റിനെ ലോസ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏത് പ്രോസസ്സ് എന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻസ് പഫിംഗ്, പെർ ബോയിലിംഗ്, ജെർമിനേറ്റിംഗ്, സ്പ്രൗട്ടിംഗ്. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് പെർ ബോയിലിംഗ് ആണ്. അതായത് ഈവൻ പെർ ബോയിലിംഗ് എന്ന് പറയുന്ന പേര് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഭക്ഷണ സാധനങ്ങൾ വേവിക്കുക. അതിനെയാണ് ഒരു തരത്തിലുള്ള ന്യൂട്രിയൻ വാല്യൂസും ലോസ് ആവാണ്ട് തന്നെ ഒരു ബോയിൽ ചെയ്തെടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് പെർ ബോയിലിംഗ്. അതുപോലെ തന്നെ പഫിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഹീറ്റിംഗ് വിത്ത് ഹൈ ടെമ്പറേച്ചർ. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത് പഫിംഗ് എന്ന് പറയുന്നത്. ഈവൻ ജെർമിനേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളറിയാം. ഇപ്പോൾ ഈ മുളപ്പിച്ച പയർ അല്ലെങ്കിൽ സീഡ്സിന് എന്ത് ചെയ്യുക, നമ്മൾ മുളപ്പിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത് ജെർമിനേറ്റിംഗ് എന്ന് പറയുന്നത്. സ്പ്രൗട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഡൈജസ്റ്റീവ് വാല്യൂസ് ആയിരുന്നാലും ഡൈജസ്റ്റീവ് വാല്യൂസിനൊക്കെ എന്ത് ചെയ്യുക, അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഒരു ഇത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് സ്പ്രൗട്ടിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാനായിട്ടുള്ളത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എപ്പോഴും എന്നാണ് ചോദ്യം. ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഒക്ടോബർ 15, നവംബർ 15, ജൂൺ 5 ആൻഡ് ജൂൺ 14. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഒക്ടോബർ 15 ആണ്. നമ്മൾ ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഒക്ടോബർ 15-നാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും സാറ്റിസ്ഫാക്ടറി വാട്ടർ ഈസ് വിച്ച് കണ്ടെയ്ൻ. ഒരു സാറ്റിസ്ഫാക്ടറി വാട്ടറിൽ എന്താണ് കാണുന്നത് എന്നാണ് ചോദ്യം. അതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും 1 to 3 കോളിഫോം പെർ 100 cubic വാട്ടർ, നോ കോളിഫോം പെർ 100 cc ആൻഡ് 4 to 10 കോളിഫോം പെർ 100 cc ആൻഡ് ഗ്രേറ്റർ ദാൻ 10 കോളിഫോം പെർ 100 cc. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്ഷൻ എ ആണ് 1 to 3 കോളിഫോം പെർ 100 cc വാട്ടർ. ഇതിൽ കോളിഫോം എന്ന് പറയുന്നത് ഒരു സൈസ് ഓഫ് ബാക്ടീരിയ ആണ്. അത് നോർമൽ ആയിട്ടുള്ള വാട്ടേഴ്സിൽ, അതായത് സർഫസ് വാട്ടറിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് നോർമൽ ഒരു സാറ്റിസ്ഫാക്ടറി വാട്ടറിൽ കാണപ്പെടുന്ന ആ ഒരു ബാക്ടീരിയസിനെയാണ് കോളിഫോം എന്ന് പറയുന്നത്. സോ നോർമൽ സാറ്റിസ്ഫാക്ടറി വാട്ടറിൽ ഒരു 1 to 3 കോളിഫോം
പെർ 100 cubicle of വാട്ടറിൽ തന്നെ എന്ത് കാണും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാനായിട്ടുള്ളത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ടു ഡിസിൻഫെക്ട് 1000 ലിറ്റർ ഓഫ് വാട്ടർ ബ്ലീച്ചിങ് പൗഡർ റിക്വയർഡ് ഈസ്. സോ നമുക്ക് ഒരു 1000 ലിറ്റർ വാട്ടർ ഡിസിൻഫെക്റ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത് എത്ര ബ്ലീച്ചിങ് പൗഡർ എന്നാണ് ചോദ്യം. അതിലിപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും 1.5 gram, 3.5 gram, 2.5 gram ആൻഡ് 5 gram. ഇതിൽ ആക്ച്വലായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്, അതായത് 1000 ലിറ്ററിന് ഡിസിൻഫെക്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത് 2.5 gram ആണ്. ഓക്കെ, 2.5 gram ആണ് ഈസ് നീഡഡ് ടു ഡിസിൻഫെക്ട് ദി 1000 ലിറ്റർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും all are names of biological method of composting except. സോ ഈ പറയുന്ന താഴെ തന്നിരിക്കുന്ന എല്ലാം ഒരു കമ്പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബയോളജിക്കൽ മെത്തേഡ്സ് ആണ്. അതിൽ ഏതാണ് ആ ഒരു മെത്തേഡ് അല്ലാത്തതെന്നാണ് ചോദ്യം. സോ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ബാംഗ്ലൂർ മെത്തേഡ്, അനേറോബിക് മെത്തേഡ്, എയറോബിക് മെത്തേഡ് ആൻഡ് ഹോട്ട് ഫെർമെന്റേഷൻ മെത്തേഡ്. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് എയറോബിക് മെത്തേഡാണ്. ഇതിൽ ബാംഗ്ലൂർ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പിറ്റിൽ ഫെർട്ടിലൈസേഴ്സ്, കൗഡങ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു കമ്പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് ബാംഗ്ലൂർ മെത്തേഡ് എന്ന് പറയുന്നത്. അനേറോബിക് മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഓക്സിജൻ എക്സംഷനിൽ ജീവിക്കാത്ത മൈക്രോ ഓർഗാനിസംസ് ഒക്കെയാണ് ഈ ഒരു അനേറോബിക് മെത്തേഡിൽ യൂസ് ചെയ്യുന്ന കമ്പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഈ ഹോട്ട് ഫെർമെന്റേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ബാംഗ്ലൂർ മെത്തേഡിൻ്റെ ഒരു അനദർ നെയിമാണ് ഹോട്ട് ഫെർമെന്റേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഹിഡൻ ഹങ്കർ ഈസ്. എന്താണ് ഹിഡൻ ഹങ്കർ എന്നാണ് ഉദ്ദേശിക്കുന്നത്? അതിൽ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസി, പ്രോട്ടീൻ മാൽന്യൂട്രീഷൻ, എനർജി മാൽന്യൂട്രീഷൻ ആൻഡ് വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി. ഇതിൽ ഹങ്കർ അല്ലെങ്കിൽ ഹിഡൻ ഹങ്കർ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസി തന്നെയാണ് ഹിഡൻ ഹങ്കർ എന്ന് പറയുന്നത്. ഓക്കെ, മൈക്രോന്യൂട്രിയൻ ഡെഫിഷ്യൻസിയാണ് ഹിഡൻ ഹങ്കർ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ നമുക്ക് അറിയാം, കോശോർക്കറൊക്കെ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. ദെൻ വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്നത് ബെറിബെറിയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് ബെറിബെറിയാണ്. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇത്രയാണ് പറയാനുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഫോർ ഡ്രിങ്കിങ് പർപ്പസ് ദ വാട്ടർ റിക്വയർഡ് പെർ ഡേ ഈസ്. സോ ഒരു ദിവസം എത്രമാത്രം വെള്ളമാണ് ഒരു മനുഷ്യന് ആവശ്യം എന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ 2 ലിറ്റർ പെർ ഡേ, 5 ലിറ്റർ പെർ ഡേ, 1 ലിറ്റർ പെർ ഡേ ആൻഡ് 2 ലിറ്റർ പെർ ഡേ. സോ ഒരു കാൽക്കുലേഷൻസ് അനുസരിച്ച് പറയുകയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ്, 2 ലിറ്റർ പെർ ഡേ. ബട്ട് ചില കണ്ടീഷൻസിൽ ഫോർ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ മെയിൽസിന് 3.5 ലിറ്റർ ഡേയും പിന്നെ ഫീമെയിൽസിന് 2.5 ലിറ്റർ പെർ ഡേയും എന്ത് ചെയ്യാൻ ആവശ്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ നോർമൽ ഡോസ് ഓഫ് ക്ലോറിൻ ഡോസ് നോട്ട് അഫക്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം. ഇപ്പോൾ ഒരു നോർമൽ ഡോസിലുള്ള ഒരു ക്ലോറിൻ ഡിസിൻഫെക്ഷൻ ആണ് കൊടുക്കണമെങ്കിൽ ഈ താഴെ പറയുന്ന ഏത് ബാക്ടീരിയയിലാണ് അത് അഫക്റ്റ് ചെയ്യാത്തത് എന്നാണ് ചോദ്യം. സോ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ HIV, സാൽമണല്ല, പോളിയോ ആൻഡ് ഷിജല്ല. ഇതിൽ ഏതാണെന്നാണ് ആൻസർ. ഇതിൽ നോർമൽ ഡോസ് ഓഫ് ക്ലോറിൻ ഡസ് നോട്ട് അഫക്റ്റ് ചെയ്യുന്നത് പോളിയോ ആണ്. പോളിയോ വൈറസിനെയാണ് ഒരു നോർമൽ ഡോസ് ഓഫ് ക്ലോറിൻ എന്ത് ചെയ്യുന്നത് അഫക്റ്റ് ചെയ്യാത്തതെന്ന് പറയുന്നത് പോളിയോ വൈറസിനെയാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും നവംബർ 19 ഈ സെലിബ്രേറ്റഡ് ആസ്. നവംബർ 19 ഇത് ഈ താഴെ പറയുന്നതിൽ ഏത് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. സോ ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും വേൾഡ് ടോയ്ലറ്റ് ഡേ, വേൾഡ് വാട്ടർ ഡേ, വേൾഡ് ഹെൽത്ത് ഡേ ആൻഡ് വേൾഡ് ഡയബറ്റീസ് ഡേ. സോ നവംബർ 19 സെലിബ്രേറ്റ് ചെയ്യുന്നത് വേൾഡ് ടോയ്ലറ്റ് ഡേ ആണ്. സോ ബാക്കി ഓപ്ഷൻസും കൂടെ നോക്കാം. വേൾഡ് വാട്ടർ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് 22 മാർച്ചാണ്. വേൾഡ് വാട്ടർ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് 22 മാർച്ചാണ്. വേൾഡ് ഹെൽത്ത് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് 7th ഏപ്രിലാണ്. വേൾഡ് ഹെൽത്ത് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് 7th ഏപ്രിലാണ്. ദെൻ വേൾഡ് ഡയബറ്റീസ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് 14th നവംബറാണ്. 14th നവംബറാണ് നമ്മൾ വേൾഡ് ഡയബറ്റീസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻ ഇന്ത്യ ഫുഡ് സ്റ്റാൻഡേർഡ്സ് ആർ ബേസ്ഡ് ഓൺ. അതായത് ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഇന്ത്യയിൽ ഏതിൻ്റെ സ്റ്റാൻഡേർഡ്സിൽ ആണ് വരുന്നതെന്നാണ് ചോദ്യം. സോ ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് അജ്മാർക്ക് സ്റ്റാൻഡേർഡ്സ്, ഓപ്ഷൻ ബി PFA സ്റ്റാൻഡേർഡ്സ്, ഓപ്ഷൻ സി സ്റ്റാൻഡേർഡ്സ് ഓഫ് കോഡെക്സ് എലിമെന്ററീസ് ആൻഡ് ഓപ്ഷൻ ഡി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. സോ
അതിൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ഓഫ് കോഡെക്സ് എലിമെൻ്ററീസ് ആണ്. കാരണം സ്റ്റാൻഡേർഡ്സ് ഓഫ് കോഡെക്സ് എലിമെൻ്ററീസിലാണ് PFA സ്റ്റാൻഡേർഡ്സും HMARC സ്റ്റാൻഡേർഡ്സ് ഒക്കെ വരുന്നത്. ഓക്കെ, സോ ഇന്ത്യയിൽ ഫുഡ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ഓഫ് കോഡെക്സ് എലിമെൻ്ററീസിൻ്റെ ബേസിസിലാണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ, അതായത് SPF, വിച്ച് ഷുഡ് ബി പ്രസൻറ്റഡ് ഇൻ എ ഗുഡ് സൺ സ്ക്രീൻ ഓയിൻമെൻറ്റീസ്, അതായത് ഒരു സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ ഒരു ഗുഡ് സൺസ്ക്രീനിൽ എത്രയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് 10 SPF, 15 SPF, 20 SPF ആൻഡ് 25 SPF. സോ സൺ പ്രൊട്ടക്ഷൻ ക്രീം, ഒരു സൺസ്ക്രീനിലുള്ള സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത് 15 ആണ് അതിൻ്റെ കറക്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ടു ബി ഫോളോഡ് ഇൻ എ കാർഡിയക് എമർജൻസി, ഒരു കാർഡിയക് എമർജൻസിയിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഈ ഓപ്ഷനിൽ ഏതൊക്കെയെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. എയർവേ ബ്രീത്തിങ് സർക്കുലേഷൻ, ബ്രീത്തിങ് എയർവേ സർക്കുലേഷൻ, സർക്കുലേഷൻ ബ്രീത്തിങ് എയർവേ ആൻഡ് സർക്കുലേഷൻ എയർവേ ബ്രീത്തിങ്. ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് സർക്കുലേഷൻ എയർവേ ബ്രീത്തിങ് ആണ്. ഓക്കെ, ഇതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് സർക്കുലേഷൻ എയർവേ ബ്രീത്തിങ് ആണ്. നമ്മൾ കാർഡിയക് എമർജൻസിയിൽ ഏറ്റവും എമർജൻസി ആയിട്ട് നോക്കേണ്ടത് സർക്കുലേഷൻ എയർവേ ബ്രീത്തിങ് ആണ്, അതായത് CAB. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓർത്തോടോളിഡിൻ ആർസനേറ്റ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ, ഈ ഓർത്തോടോളിഡിൻ ആർസനേറ്റ് ടെസ്റ്റ് എന്ത് ഡിറ്റർമിൻ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അയൺ ഇൻ വാട്ടർ, ഫ്രീ ആൻഡ് കമ്പൈൻഡ് ക്ലോറിൻ, നൈട്രേറ്റ്സ് ആൻഡ് മാംഗനീസ് അല്ലേ. സോ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് കമ്പൈൻഡ് ക്ലോറിൻ. ഫ്രീ ആൻഡ് കമ്പൈൻഡ് ക്ലോറിൻ്റെ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓർത്തോടോളിഡിൻ ആർസനേറ്റ് ടെസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഇത്രയും ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും വാട്ട് ഈസ് ദ ഡെപ്ത് ഓഫ് കംപ്രഷൻ വൈൽ ഡൂയിങ് CPR, അതായത് ഒരു കാർഡിയോ പൾമിനറി റെസിസ്റ്റേഷൻ കൊടുക്കുന്ന സമയത്ത് ഉള്ള ഒരു ഡെപ്ത് എത്രയാണ് എന്നാണ് ചോദ്യം. സോ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് 5 cm, 4 cm, 4.5 cm ആൻഡ് 3.5 cm. അതിൽ ഒരു അഡൽട്ടിൻ്റെ എങ്ങനെയാണെന്നാണ് ചോദ്യം. അഡൽട്ടിൻ്റെ ഒരു ഡെപ്ത് ഓഫ് CPR എന്ന് പറയുന്നത് 5 cm ആണ്. ദ ഓപ്ഷൻ ഈസ് 5 cm ആണ് കറക്റ്റ്. ഒരു ഇൻഫൻറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ന്യൂ ബോൺ ബേബീസിലാണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ 4 cm ആണ് ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും വിച്ച് ഓർഗാനിസം കോസ് സ്ലീപ്പിംഗ് സിക്നസ്, സ്ലീപ്പിംഗ് സിക്നസ് പരത്തുന്ന ഓർഗാനിസം ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ലൈസ്, റാറ്റ് ഫ്ലൈ, ബ്ലാക്ക് ഫ്ലൈ ആൻഡ് ടെസസ് ഫ്ലൈ. സോ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് സ്ലീപ്പിംഗ് സിക്നസ് പരത്തുന്ന ഓർഗാനിസം എന്ന് പറയുന്നത് ടെസറ്റ് ഫ്ലൈ ആണ്. സോ ടെസറ്റ് ഫ്ലൈ ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾ ആർ ട്രൂ ഇൻ കേസ് ഓഫ് പ്രോബ്ലം വില്ലേജ് എക്സെപ്റ്റ്, ഈ താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു പ്രോബ്ലം വില്ലേജ്, അതായത് എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ഒരു വില്ലേജിൻ്റെ കാര്യങ്ങളാണ്. അതിലേതാണ് ഇതിലില്ലാത്തത്, മീൻസ് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു വില്ലേജിൻ്റെ കാര്യമല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് പറയുന്നത് വാട്ടർ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1.6 കിലോമീറ്റർ, വാട്ടർ ഈസ് എക്സ്പോസ്ഡ് ടു റിസ്ക് ഓഫ് കോളറ ആയിട്ട് എക്സ്പോഷർ ഉള്ള വെള്ളം, ദെൻ വാട്ടർ അവൈലബിൾ അറ്റ് ഡെപ്ത് ഓഫ് മോർ ദൻ 10 മീറ്റർ ആഴത്തിൽ ഉള്ള വെള്ളം, ദെൻ വാട്ടർ ഹാസ് എക്സസ് അയൺ ആൻഡ് ഹെവി മെറ്റൽസ്, വാട്ടറിൽ അയൻ്റെയും ഹെവി മെറ്റൽസിൻ്റെയും കൺസെപ്ഷൻ കൂടുതലായിരിക്കും. ഇതിൽ ഏതെന്നാണ് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്? ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വാട്ടർ അവൈലബിൾ അറ്റ് എ ഡെപ്ത് ഓഫ് മോർ ദൻ 10 മീറ്റേഴ്സ്. കാരണം വെള്ളം എന്ന് പറഞ്ഞാൽ 10 മീറ്റേഴ്സിന് ഡെപ്താണ്, ബാക്കിയെല്ലാം കണ്ടാമിനേഷൻസിന് ചാൻസസ് ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. സോ റൈറ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾ ആർ ട്രൂ അബൌട്ട് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. സോ ഈ താഴെ തന്നിരിക്കുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡിനെ കുറിച്ചുള്ളത് ശരിയായിട്ടുള്ളതാണ് ഒന്നൊഴികെ. അതിലേതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദ്യം. അതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ ഷുഡ് ബി 20 ഡിഗ്രി സെൽഷ്യസ്, most important on sewage, it take 5 days for the test, value range between 300 to 400 milligram per liter. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്നാണ് ചോദ്യം. അതിൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് എല്ലാം ടെമ്പറേച്ചർ ഷുഡ് ബി 20 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കണം, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് ഓൺ സീവേജ്, പിന്നെ ഇറ്റ് ടേക്ക് 5 days ഫോർ ദ ടെസ്റ്റ്. സോ ഇതിൽ
തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വാല്യൂ റേഞ്ച് ബിറ്റ്വീൻ 300 to 400 mg/L ആണ് അതാണ് എന്തെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ദ മോഡേൺ മെത്തേഡ് ഓഫ് സീവേജ് പ്യൂരിഫിക്കേഷൻ്റെ മോഡേൺ മെത്തേഡ് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്, ട്രിക്ലിംഗ് ഫിൽറ്റർ പ്രോസസ്, സ്ലഡ്ജ് ഡൈജഷൻ ചേംബർ പ്രോസസ് ആൻഡ് ഗ്രിഡ് ചേംബർ പ്രോസസ്. ഇതിൽ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സാണ്. ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സാണ് ഇന്ന് സീവേജ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സീവേജ് പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് എത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിലുള്ളത്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും നെയിം ദ ഡിസീസ് വിച്ച് ഈസ് 100% ഫേറ്റൽ ബട്ട് 100% പ്രിവെൻറ്റബിൾ. ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ HIV, റാബീസ്, മലേറിയ ആൻഡ് മീസിൽസ്. ഇതിൽ 100% ഫേറ്റൽ ആയിട്ടുള്ള ഡിസീസ് ഏതാണ് എന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു ക്യൂർ ഇല്ല, മരണം ഉറപ്പാണ്. ദെൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് എന്ത് ചെയ്യാം, 100% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏത് ഡിസീസ് എന്നാണ് ചോദ്യം. സോ HIV തന്നിട്ടുണ്ട്, റാബീസ് തന്നിട്ടുണ്ട്, മലേറിയ തന്നിട്ടുണ്ട്, മീസിൽസ് തന്നിട്ടുണ്ട്. ഓക്കെ, അതിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് റാബീസ് ആണ്. കാരണം റാബീസ് എന്ന് പറയുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. ഇൻ കേസ് നമുക്ക് റാബീസ് വന്നു കഴിഞ്ഞാൽ അതിനൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ക്യൂർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. 100% ഫാറ്റൽ കണ്ടീഷനാണ്. ഓക്കെ, സോ റാബീസ് ഇസ് ദ റൈറ്റ് ആൻസർ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓൾ ആർ ട്രൂ അബൌട്ട് മീസിൽ വാക്സിൻ എക്സെപ്റ്റ്. മീസിൽ വാക്സിനെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന എല്ലാം ശരിയാണ്, ഒന്നൊഴികെ. ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ലൈവ് അക്റ്റിനേറ്റഡ് വാക്സിൻ, റീകോൺസ്റ്റിറ്റ്യൂട്ട് വാക്സിൻ ഷുഡ് ബി സ്റ്റോർഡ് അറ്റ് 2 to 8 degree, diluent also should be frozen, reconstituted vaccine should be used within 4 hours. So മീസിൽസ് വാക്സിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലൈവ് അറ്റ്യൂനേറ്റഡ് വാക്സിൻ ആണ് മീസിൽ എന്ന് പറയുന്നത്. സോ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് വാക്സിൻ ഷുഡ് ബി സ്റ്റോർഡ് അറ്റ് 2 to 8 degree Celsius. 2 to 8 degree Celsiusലാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, വാക്സിൻസ് സ്റ്റോർ ചെയ്യാനുള്ളത്. ദെൻ ഡയലുവെൻറ്റ് ആൾസോ ഷുഡ് ബി ഫ്രോസൺ, അതിന് ഡയലുവെൻറ്റ് ഫ്രോസൺ ചെയ്യണം. സോ അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദെൻ റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് വാക്സിൻ ഷുഡ് ബി യൂസ്ഡ് വിത്തിൻ 4 hours. നമ്മൾ റീകോൺസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള വാക്സിൻസ് 4 hoursനുള്ളിൽ തന്നെ എന്ത് ചെയ്യണം, ഉപയോഗിക്കണം. ഇത് മൂന്നും എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ഒരു ഡയലുവെൻറ്റ് ആൾസോ ഷുഡ് ബി ഫ്രോസൺ, അതായത് ഓപ്ഷൻ സി ആണ് എന്തെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ലൈവ് വാക്സിനെ കുറിച്ച്. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും എൻഡമിക് ഫ്ലൂറോസ്കാൻ ഒക്കർ വെൻ ഫ്ലൂറിൻ കണ്ടന്റ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ഈസ്. സോ എൻഡമിക് ഫ്ലൂറോസ്കാൻ ഉണ്ടാവുന്നത് ഫ്ലൂറിൻ കണ്ടന്റ് ഡ്രിങ്കിങ് വാട്ടറിൽ എത്രയാവുമ്പോൾ എന്നാണ് ചോദ്യം. സോ ഓപ്ഷൻസ് പറയുന്നത് ഗ്രേറ്റർ ദാൻ 3 to 5 mg/L, 0.5 to 0.8 mg/L, ലെസ് ദാൻ 0.5 to 0.8 mg/L ആൻഡ് ലെസ് ദാൻ 3 to 5 mg/L എന്നാണ് ചോദ്യം. അതിൽ എൻഡമിക് ഫ്ലൂറോസ്കാൻ എന്ന് പറയുന്നത് ഫ്ലൂറിൻ കണ്ടന്റിൽ എത്രയാവുമ്പോഴെന്നാണ് ചോദ്യം. സോ അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ലെസ് ദാൻ 3 to 5 mg/L ആണ്. ലെസ് ദാൻ 3 to 5 mg/L ആണ് എൻഡമിക് ഫ്ലൂറോസ്കാനിൽ നമുക്ക് വരുന്ന ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും എൻഡമിക് ഫ്ലൂറോസ്കാൻ ഒക്കർ വെൻ ഫ്ലൂറിൻ കണ്ടന്റ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ഈസ്. സോ എൻഡമിക് ഫ്ലൂറോസ്കാൻ എന്ന് പറയുമ്പോൾ ഇത് ഡെന്റൽ അല്ലെങ്കിൽ സ്കെലിറ്റൽ മാനിഫെസ്റ്റേഷൻസ് വഴിയാണ് ഈ ഒരു ഡെന്റൽ ഫ്ലൂറോസ്കാൻ നമ്മൾ ചെയ്യാനായിട്ട് വരുന്നത്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഈ നമ്മൾ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ഫ്ലൂറിൻ കണ്ടന്റ് എത്രയിൽ കൂടുമ്പോഴാണ് ഈ ഒരു എൻഡമിക് ഫ്ലൂറോസ്കാൻ ഉണ്ടാവുന്നത് എന്നാണ് ചോദ്യം. അതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രേറ്റർ ദാൻ 3 to 5 mg/L, 0.5 to 0.8, greater than 0.5 to 0.8 and less than 3 to 5 mg/L. അതിൽ ശരിയായിട്ടുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് ലെസ് ദാൻ 3 to 5 mg/L കൂടുമ്പോഴാണ് എന്തെന്ന് പറയുന്നത് നമുക്ക് എൻഡമിക് ഫ്ലൂറോസ്കാൻ ഉണ്ടാവാനുള്ള ചാൻസ്, അതായത് ഡെന്റൽ അല്ലെങ്കിൽ സ്കെലിറ്റൽ മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നാഷണൽ ഡിവോമിംഗ് ഡേ എന്നാണെന്നാണ് ചോദ്യം. നാഷണൽ ഡിവോമിംഗ് ഡേ എന്നാണെന്നാണ് ചോദ്യം. അതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്ന December 1, February 10, November 1 and August 1. അതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് February 10 ആണ്. February 10 ആണ് എന്തെന്ന് പറയുന്നത് നാഷണൽ ഡിവോമിംഗ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
നിങ്ങളിത് നന്നായിട്ട് വർക്ക് ചെയ്യുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടെത്തുക, നല്ല രീതിയിൽ കുറേ കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു.